ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂട്ടായ്മയ്ക്കായി കൂടി വന്നിരിക്കുന്ന, ഓഫ്ലൈനിലും ഓൺലൈനുമായി കൂടി വന്നിരിക്കുന്ന ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്ത് നമ്മുടെ ശുശ്രൂഷ ഇന്ന് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും പ്രാർത്ഥനയുടെ ആയിരുന്നാട്ട്. വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻകൃപയിലെന്നെ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ കൂടി തരുവാൻ ഞങ്ങൾക്ക് ആയുസ് തന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചവട്ടക്കാലം ആയിരുന്ന സ്ഥാനങ്ങളൊക്കെ അങ്ങയുടെ അത്ഭുതമായ കരത്തിൻ്റെ കീഴിൽ ഞങ്ങളെ പരിപാലിച്ചല്ലോ. ഒരു കേടും വരാതെ വണ്ണം, ഒരു ദോഷവും ഭവിക്കാതെ വണ്ണം ഞങ്ങൾക്ക് ഈ ആലയത്തിൽ കൂടി വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷകളെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ സാന്നിധ്യം ഇതിന്റെ മധ്യത്തിലുണ്ടാകുകയാണ്. നിന്റെ സാന്നിധ്യം അടിയനോട് സംസാരിക്കുകയാണ്. കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുകയാണ്. അപ്പാ, നീ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുവാനിടയാവല്ലേ. നിന്റെ ഭക്തൻ പറയുന്നതുപോലെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. താവേ, ആ വലിയ ആകാംക്ഷയോടെ, വലിയ താല്പര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങളുടെ ശുശ്രൂഷകളെയൊക്കെ വാഴ്ത്തി അനുഗ്രഹിക്കണം. ഞങ്ങൾ പാടുന്നത്, ഞങ്ങളുടെ സങ്കീർത്തനം ധ്യാനിക്കുന്നത്, ഞങ്ങളുടെ ദൈവവചനം കേൾക്കുന്നത്, ഞങ്ങൾ ആരാധിക്കുന്നത് ഒക്കെയും ഞങ്ങളുടെ ജീവിതത്തിനും സ്വർഗരാജ്യത്തിനും മഹത്വത്തിനുമായി തീരുവാൻ കർത്താവിടെയാകണം. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ബലഹീനരാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ബലവാൻ ഉള്ളതിനായി, ഞങ്ങൾ ഏകരായിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു പിതാവ് ഉള്ളതിനായി സ്തോത്രം. ആ പിതാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളെയൊക്കെ ബലപ്പെടുത്തിയാട്ട് താവേ, പ്രത്യേക കൊയർനായും പ്രാർത്ഥിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം. ടെക്നിക്കൽ കാര്യം കൈകാര്യം പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. നേതൃത്വത്തിൽ നിന്ന് എല്ലാവർക്കായ സ്തോത്രം. മഹത്വം കർത്താവിനാണ്. അപ്പാ, ഈ പാൽക്കാലം നീ എന്നോട് സംസാരിക്കണം. അത് ഞങ്ങളുടെ വാഞ്ചയാ, ഞങ്ങളുടെ ആഗ്രഹമാണ്. തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ബലഹീനർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തോട് കേൾക്കണമേ. നമുക്ക് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. ഹലോ, Hallelujah. Praise the Lord. Amen. Hallelujah. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ മാസത്തിന്റെ 11-ാം മാസം, ആണ്ടിന്റെ ആരംഭം മുതൽ ഈ സമയം വരെയും നമ്മളെ ഈ വലിയ ദേശത്ത് നിലനിർത്തിയ ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുള്ളതിനാൽ സ്തോത്രം. നമ്മൾ 11-ാം മാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവസാനം കർത്താവെ, ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ മാസത്തിന്റെ ആരംഭം മുതൽ നമ്മുടെ ദൈവം പരിപാലിച്ചു. കർത്താവിന്റെ കൃപയിലായിരിക്കാൻ ഈ ദേശത്തെ നമ്മുടെ ശുശ്രൂഷയോടൊപ്പം, വിശ്വാസ സമൂഹത്തോടൊപ്പം, നമ്മുടെ കൂട്ടായ്മയോടൊപ്പം, നമ്മുടെ ആരാധനയോടൊപ്പം, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം നമുക്ക് ദൈവം തന്ന നല്ല പദവികൾക്കായിട്ട് സ്തോത്രം. ഓരോ സമയത്തും നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല പദവികൾക്കായിട്ട്, നല്ല സാഹചര്യത്തിനായിട്ട് സ്തോത്രം. നമ്മൾ പാട്ടുകൾ പാടി സ്തുതിക്കാൻ പോവുകയാണ്. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. പാട്ടുകാരൻ ഇതിൽ പറയുന്നു, വർണ്ണിച്ചിടാൻ എനിക്ക് എന്റെ നാവ് പോരായി. എത്രയോ അതിശയം, എത്രയോ നല്ല നമുക്ക് തന്നിരിക്കുന്നത്. വർണ്ണിച്ചിടാൻ
ഈ ദൈവത്തെ എനിക്ക് സ്തുതിപ്പാൻ എൻ്റെ നാവ് പോരായേ. വേദനകളുടെ മധ്യത്തിലും ഭാരങ്ങളുടെ മധ്യത്തിലും അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ നമ്മൾ ഈ ദേശത്തൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളുമായിട്ട് സ്ട്രെസ് നിറഞ്ഞ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ ദൈവം നമുക്ക് നല്ല തുണയായി, നല്ല സ്നേഹിതനായി നമ്മുടെ കൂടെയുള്ളതിനാൽ സ്തോത്രം. ചേറ്റിലല്ലയോ കിടന്ന് ഓർത്ത് നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചത് എൻ്റെ ജീവിതം. പ്രിയ വിശ്വാസ സമൂഹമേ, പ്രിയ ദൈവജനങ്ങളെ, സൂമിന്റെ മധ്യത്തിലായിരിക്കുന്നവരെ, ഈ ഉച്ചയോടാകുന്ന സമയം, ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ ദിവസം നമുക്ക് ഈ ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കാം. ദൈവത്തെ ഒന്ന് ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്തുവാം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൂടി വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത് ഈശ്വരനെ. സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. പാടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. പാപസമരോഗമായ നിന്റെ ഭീതിയാ നാശകത്വത്തിൽ ഭവിക്കും നേരത്തിൽ. പാപസമരോഗമായ നിന്റെ ഭീതിയാ നാശകത്വത്തിൽ ഭവിക്കും നേരത്തിൽ. സ്നേഹഹസ്തം നീട്ടി എന്നെ നിന്റെ രാജ്യത്തിലാക്കിയല്ലോ. സ്നേഹഹസ്തം നീട്ടി എന്നെ രാജ്യത്തിലാക്കിയല്ലോ. പാടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. പാടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. അല്ലത്തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലവാനി സ്നേഹം എന്നിലൂറ്റിയല്ലോ. അല്ലത്തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലവാനി സ്നേഹം എന്നിലൂറ്റിയല്ലോ. ജയഗീതം പാടിടുവാൻ ജയം നീ എനിക്കേകിയല്ലോ. ജയഗീതം പാടിടുവാൻ ജയം നീ എനിക്കേകിയല്ലോ. പാടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. പാടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമെല്ലാം ശുദ്ധർക്കായി നാം വരുന്നേ. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമെല്ലാം ശുദ്ധർക്കായി നാം വരുന്നേ. വരവിൻ ദിനം അതിസമീപം, വരവിൻ പ്രത്യാശയാൽ നിറയണമേ. വരവിൻ ദിനം അതിസമീപം, വരവിൻ പ്രത്യാശയാൽ നിറയണമേ. പാടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. പാടി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാശമല്ലയോ വമിച്ചതിൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാശമല്ലയോ വമിച്ചതിൻ ജീവിതം. മാറ്റിയല്ലോ ജീവിതത്തെ,
മാറ്റമില്ലാത്ത നിന്റെ കൃപയാ ആക്കിയല്ലോ എൻ ജീവിതത്തെ. മാറ്റമില്ലാത്ത നിന്റെ കൃപയാ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ കോട്ടേശ്വരി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ കോട്ടേശ്വരി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ കോട്ടേശ്വരി. Hallelujah. Praise the Lord. Amen. Hallelujah. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ താഴ്ചയിൽ ഓർത്ത ദൈവത്തെ ഈ പകൽക്കാലം നമുക്ക് ആരാധിച്ചുകൊണ്ടിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രിയ ലെനി സഹോദരി മുമ്പോട്ടൊന്ന് പ്രാർത്ഥിച്ചാണ്. പ്രാർത്ഥിക്കാൻ തലകളെ വണക്കം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്ത് അടിയങ്ങൾക്ക് കർത്താവെ ഈ ഹോളിൽ ഒന്നിച്ചു കൂടുവാൻ അവിടുന്ന് ഇടയാക്കിയ കൃപകൾക്കായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങൾ വിശ്രമിച്ചു, ആരോഗ്യത്തോടെ ബലത്തോടെ ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ ഞങ്ങൾക്ക് ഇടയാക്കിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾ യാത്ര ചെയ്ത് കർത്താവെ ഈ ഹോളിനകത്ത് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഇടയാക്കിയ കൃപകൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ കരുതല്, അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ ദൈനംദിനം അറിയുവാൻ അവിടുന്ന് ഇടയാക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അവിടുന്ന് ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും അടിയങ്ങൾ നന്ദി കരയറ്റു. അടിയങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ആരാധനയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഗായക സംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിന്ന് പാടുവാൻ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരു തടസ്സവും ഉണ്ടാകുവാൻ ഇടയാകാതെ ഈ ലാസ്റ്റ് മിനിറ്റ് വരെയും കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ കുടുംബങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. ഓരോ വ്യക്തികൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ തക്ക സമയത്ത് കൂട്ടിക്കൊണ്ടുവരണമേ. അവരുടെ യാത്രയിലൊക്കെയും കൂടെ ഇരിക്കണമേ. ഇന്ന് കടന്നു വരുവാൻ സാധിക്കാതെ പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്നിടത്ത് അവരെ സൂക്ഷിക്കണം കർത്താവെ. ഇന്ന് കർത്താവെ മധ്യസ്ഥനായിട്ട് നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തന ധ്യാനം ചെയ്യുന്ന പൈതലിനായിട്ട് സ്തോത്രം. കർത്താവെ, വചനവുമായിട്ട് കടന്നു വന്ന വിനോദനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ക്രൂശിന്റെ മറവിൽ നിന്റെ മകനെ നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനം ഞങ്ങൾ ഏറ്റെടുത്ത് മടങ്ങിപ്പോകാൻ അവിടുന്ന് ഇടയാക്കണമേ. ഈ ശുശ്രൂഷയുടെ മധ്യത്തിൽ രോഗികളായിട്ട് വന്നിരിക്കുന്നവർക്ക് സൗഖ്യം പ്രാപിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവശങ്ങളും അവിടുന്ന് ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് കർത്താവെ തടസ്സമായി തീരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആദ്യോടൊപ്പം ഞങ്ങളെ ഭരിച്ച് നടത്തണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. ഈ യൂത്ത് ഹോസ്റ്റലിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഹോളിന്റെ പരിസരം കർത്താവെ രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചാട്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. തുടർന്ന് നമുക്ക് സങ്കീർത്തന ധ്യാനത്തിനായി ഒരുങ്ങാം. പ്രിയ ബിജി ബ്രദർ സങ്കീർത്തനം ധ്യാനിക്കുന്നതായിരിക്കും. എന്നാൽ ഞാൻ കൂട്ടായ്മയെ ആരംഭിക്കുന്ന സമയത്ത് ഓർപ്പിക്കാൻ പറ്റിയ ഒരു വിഷയം, ഞാൻ രാജൻ ബ്രദറുമായിട്ട് ഒരു മിനിറ്റ് സംസാരിച്ചപ്പോൾ സൗഖ്യത്തോടെ നമ്മുടെ കൂട്ടായ്മയിൽ ഒരു പ്രയാസമില്ല, എല്ലാം അനുഗ്രഹപൂർണമായിരിക്കുന്ന കേൾക്കുവാൻ ദൈവം ഇടയാക്കി. ആ വലിയ കർത്താവിനെ ആരാധിപ്പാൻ, ഒരുമിച്ച് ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് ചെയ്ത ഉപകാരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ബിജു ബ്രദറിനെ സങ്കീർത്തന ധ്യാനത്തിനായി ക്ഷണിച്ചുകൊള്ളു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 85 നമ്മൾ ഇന്ന് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കുന്നത്. Psalms 85. You, Lord, showed favor to your land
you restored the fortunes of Jacob. നിന്റെ ജനത്തെ നീ മോചിച്ചു, അവരുടെ പാപമൊക്കെ നീ മൂടിക്കളഞ്ഞു. You set aside all your wrath and turned from your fierce anger. ദൈവമേ, ഞങ്ങളെ ദാനപ്പെടുത്തണമേ, ഞങ്ങളോട് നീരസം മതിയാക്കണമേ. Will you be angry with us forever? Will you prolong your anger through all generations? നിന്റെ ജനത്തിൽ ആനന്ദിക്കേണ്ടതിനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? Show us your unfailing love, Lord, and grant us your salvation. യഹോവയെ ദൈവം അറിയിച്ചത് ഞാൻ കേൾക്കും. ഞാൻ കോശത്തിലേക്ക് വീണ്ടും ദയായിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരുടെ സമാധാനം അരുളും. Surely his salvation is near those who fear him, that his glory may dwell in our land. ദൈവസ്ഥയും തമ്മിൽ ചെയ്തിരിക്കുന്നു, നീതിയും സമാധാനം തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. Faithfulness springs forth from the earth, and the righteousness looks down from heaven. യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളരുകയും ചെയ്യും. Righteousness goes before him and prepares the way for his steps. Hallelujah. This Psalm 85 ആക്ച്വലി ഇതിനകത്ത് ഒരു 13 വാക്യമുള്ള ഒരു സങ്കീർത്തനമാണ്. എന്നാൽ ഇതിന്റെ ഇറ്റ്സ് വെരി ഡീപ്പ്, ഭയങ്കര ഡീപ്പാണ്. ഈവൻ ഇഫ് ഐ ഗെറ്റ് 1 hour, it's not enough actually. So എനിക്ക് the challenge in front of me is like how to say this in 15 to 20 minutes. നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവ് സംസാരിക്കണം. That is the prayer that I have. സങ്കീർത്തനം 85 ആക്ച്വലി ഒരു പാറ്റേൺ ആണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഹൗ ടു പ്രേ. ഇവിടെ നമ്മൾ തുടക്കം നോക്കുമ്പോൾ വി ക്യാൻ സീ ദ പാസ്റ്റ്. ദൈവം ചെയ്ത കൃപകൾ അത് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. വാട്ട് യു ഡിഡ് ഇൻ ദ പാസ്റ്റ്. ഇന്നത്തെ പ്രയാസം, ഇന്ന് പോകുന്ന ക്രൈസിസ് ഹി ഈസ് presenting to God, and he is saying because he did in the past, he will do that in the future also. So that is the pattern. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ സ്കോളേഴ്സ് പറയുന്നത് probably it is a time when they were in exile കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ആയിരിക്കാം. Or it may be in that kind of situation. I'm not stressing on this because God's word അങ്ങനെ പറഞ്ഞിട്ടില്ല. It's scholars are telling, so but it is definitely നമ്മൾ ഇത് വായിക്കുമ്പോൾ we can see they are going through some crisis. ആ ഒരു ക്രൈസിസിൽ കൂടെ വരുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. I don't know which crisis. I'm not going to. Scholars says that it can be Babylon exile എന്ന് വന്ന സമയത്തെ ഉള്ള ആയിരിക്കാമെന്നാ പറയുന്നത്. Let's see what this psalm tells. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ it is a very deep psalm. So എനിക്ക് സമയം very small ഒരു ടൈം ഫ്രെയിം ആണ് എനിക്ക് ഉള്ളത്. So I will be going very fast. But in some verses there is which is little deep. I will be slowing down. So you guys need to catch up. So keep attention. So first 3 verses ഇവിടെ പറഞ്ഞിരിക്കുന്നത് you did this before, so do it again. അതാണ് പറഞ്ഞിരിക്കുന്നത്. You did this before, you do that again. What God has done it before. എന്തുവാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് വേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് you showed favor, you restored. സെക്കൻഡ് വേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് you forgave and covered their sins. തേർഡ് വേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് set aside your wrath and turned away from anger. That is very shortly ഞാൻ പറയുവാണ്. You guys can go home and read it. ഈ 3 കാര്യങ്ങൾ ഈ 3 വേഴ്സിൽ ഇത് കാര്യമാണ് in സമ്മറിയിൽ പറഞ്ഞിരിക്കുന്നത്. This he already did it. He is remembering that. ഇത് ചെയ്തിട്ടുണ്ട്, ദൈവം എന്റെ ചെയ്തിട്ടുണ്ട്. So and then he is saying to restore us again. യഥാസ്ഥാനത്ത് പെടുത്തണമെന്ന് പറയുവാണ്. And ഇത് 4ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ the verse is is restore us again. This is my interest is that I want to be restored. So this is
you have the desire that I want to be restored. And when you tell this to God, God will restore, because we are not talking about, any other physical restore. We are talking about ഹൃദയത്തിന്റെ യഥാസ്ഥാനം. Like, it's about how our heart needs to be restored. This, we are repenting. He's saying, restore us again, God our Savior, and put away our displeasure towards us. അങ്ങനെ പ്രാർത്ഥിക്കുവാണ്, യഥാസ്ഥാനത്ത് പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുവാണ്. 5ഉം 6ഉം വാക്യം ഇത് ഇവിടെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് കാണാം. ലൈക്ക് ദർ ആർ സം ക്വസ്റ്റ്യൻസ്. ഇതിന് പറയുന്ന ഇംഗ്ലീഷിൽ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നാ പറയുന്നത്. അതിന്റെ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അതിന്റെ ആൻസറിന്റെ ആവശ്യമില്ല. ഐ എം ആസ്കിങ് സം ക്വസ്റ്റ്യൻ ടു മേക്ക് മൈ സ്റ്റേറ്റ്മെന്റ് സ്ട്രോങ്. എന്റെ സ്റ്റേറ്റ്മെന്റ് സ്ട്രോങ് ആക്കാനായിട്ട് ഉള്ള ചോദ്യങ്ങളാണ്. അതിന്റെ ആൻസറിന്റെ ആവശ്യം. ദാറ്റ്സ് കോൾഡ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. എന്തുവാണ് ആ ക്വസ്റ്റ്യൻസ്? 5ലും 6ലും പറയുന്നത്, വിൽ യു ബി ആംഗ്രി വിത്ത് us forever? Now he is not accepting the answer. He is just putting the question to make the statement strong. Will you prolong your anger through all generations? Will you not revive us again, that your people may rejoice in you? This is the rhetorical questions 5ലും 6ലും ചോദിക്കുന്നതായിട്ട് കാണുന്നത്. 7ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ he's saying, show us your unfailing love, Lord, and grant us your salvation. നിന്റെ ദയ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ആൻഡ് നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. It is actually a prophetic idana. He is saying, but it is a little bit prophetic, because later on we see that God showed his salvation through Christ. God showed his salvation through Christ. So this verse is saying that, it's kind of a prophetic verse. Now, verse 8 മുതൽ I am going little slow. We need to listen this very carefully. 8 മുതൽ ഉള്ള വാക്യങ്ങൾ. 8ാമത്തെ വേഴ്സ് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. 8ാമത്തെ വേഴ്സിൽ പറയുന്നത് എന്തുവാണെന്ന് you need to listen. I will listen to what God the Lord says. Now he is taking a pause. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്? എന്താ പറയുന്നത്? നമ്മൾ പറയുന്നു, മറ്റുള്ള ആൾക്കാർ പറയുന്നു, നമ്മൾ അത് കേൾക്കുന്നു. നമ്മൾ മാത്രം പറഞ്ഞു നമ്മൾ പോകത്തില്ലല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് എ ഡുവൽ. അതിനാ പറയുന്നത് ഡയലോഗ് എന്നാ പറയുന്നത്, മോണോലോഗ് അല്ല ഇത്. ഇറ്റ്സ് നോട്ട് എ മോണോലോഗ്, ഇറ്റ്സ് എ ഡയലോഗ്. ഇത് ഞാൻ പറയുന്നു, മറ്റു ആൾക്കാർ പറയുന്നു. സോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇറ്റ് ഷുഡ് ബി ദ സെയിം തിങ്. വി നീഡ് ടു പ്രേ and we need to hear also. എന്തുവാണ് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്? ദൈവം എന്തുവാണ്? And we need to go in silence. We need to meditate on that. ദൈവം എന്തുവാണ് പറയുന്നത്? അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. He is listening. He is taking a time, a pause to listen. Listening to what God is saying is very വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ചില എക്സാമ്പിൾസ് പറയാം. നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം നോക്കുമ്പോൾ, എക്സോഡസിൽ മോശ അവിടെ ഡെസേർട്ടിൽ കണ്ടു ഒരു ബുഷ് ബേൺ ആകുന്നത്. ഈ ഡെസേർട്ടിൽ ഈ ബുഷ് ബേൺ ആകുന്നത് അത് വലിയൊരു ഇറ്റ്സ് സാധാരണ ഉള്ള ഒരു കാഴ്ചയാണ്. അതിനകത്ത് വലിയ ഇതൊന്നുമില്ല. എന്നാൽ ദാറ്റ് ബുഷ് വാസ് ഇൻ ഫയർ, ബട്ട് ഇറ്റ് വാസ് നോട്ട് ബേണിംഗ്. സോ ദാറ്റ് മെയ്ഡ് മോസസ് ടു ടേക്ക് എ pause. അവിടെ ഒരു പോസ് എടുക്കുവാനും, and he took an effort to go there and see why this bush. ഒരു effort in our life. Are we taking that effort? I want to ask this question to this people over here, and also to me. Are we taking that effort in our life to see what God is saying? ഇവിടെ I will just read 3ാമത്തെ എക്സോഡസ് 3ാമത്തെ ചാപ്റ്ററിൽ 4ാമത്തെ വാക്യമാണ്. When the Lord saw that he had gone over to look, God called him from within the bush, Moses. ദൈവം മോസസിനെ വിളിക്കാനുള്ള കാരണം എന്തായിരുന്നു? അതിന്റെ കാരണം അതിന്റെ തൊട്ട് മുമ്പേ എഴുതുക. When the Lord saw that he had gone over to look, he had taken that effort. അപ്പം ദൈവം മോസസിനെ വിളിച്ചു. We need to take an effort. We need to take a pause to take an effort to listen. Dialogue, പ്രാർത്ഥന, listening.
another example. Same mountain, same Mount Horeb തന്നെ നടന്നതാണ് Elijah. Elijah was spiritually very low. He is in the cave. God is saying, go to Mount Horeb. I will pass by from there. And he went there. അവിടെ പോയി and അവിടെ ഭയങ്കര നമ്മൾ വായിക്കുമ്പോഴത് ഭയങ്കര കൊടുങ്കാറ്റ് വന്നു, ഭൂമി കുലുങ്ങി. അവിടെ ഒന്നും അല്ല ദൈവം വന്നത്. Then there was a whisper. ആ ഒരു whisper. And then Elijah covered his face. And there again God is speaking. So point is what? That in noise അല്ല അവിടെ ദൈവം വന്നത്. അവിടെ that whisper, and Elijah had to quiet his heart to listen. So നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സെയിം തിങ് ആണ്. നമ്മൾ അത് ദൈവം പറയുന്നത്, വിസ്പർ ചെയ്യുന്നത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കണം. We need to, then we will be hearing what God says. Now ദൈവം പറയുമ്പോൾ അതെന്തുവാണ്? അത് പ്രൊഫസിയാണ്, അത് പ്രവചനമാണ്. So what has happened? This prayer, he's putting a petition. 7ാമത്തെ വാക്യത്തിൽ എന്തുവാണ്? Show us your unfailing love, Lord, and grant us your salvation. അതാണ് 7ാമത്തെ വാക്യത്തിൽ പെറ്റിഷൻ ആണ്. But his petition become a prophecy. ഒരു പ്രാർത്ഥന ഒരു പ്രവചനമായി മാറുവാണ്. ബിക്കോസ് നൗ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ദൈവമാണ് സംസാരിക്കുന്നത്. ആൻഡ് ഹി ഈസ് saying just as a commentary. Psalms 91 പോവാന്നെങ്കിലും അവസാനത്തെ വാക്യത്തിൽ we can see God speaking, but that അവിടെ പറയുന്നത് ഫസ്റ്റ് പേഴ്സണിലാണ് പറയുന്നത്. ഇവിടെ he is saying what God spoke to him and he is saying that as a commentary. ഇവിടെ 9 മുതൽ നോക്കുമ്പോൾ ഇവിടെ it is a prophecy he is telling. One more thing, 8ാമത്തെ വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം ഇവിടെ പറയുന്നത് his faithfulness servant, he promises peace to his people, his faithful servant, but let them not turn to folly. അവിടെ ട്രാൻസ്ലേഷനില് മലയാളത്തില് there is a difference. ഒരു മീനിങ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. If somebody can read that in Malayalam. Not to turn to folly. But the actual thing is, but let them not turn to folly. It is our responsibility to turn. When I went to Hebrew, എങ്ങനെ എഴുതിയിരിക്കുന്നത്, when I checked, the English translation is the right translation വന്നിരിക്കുന്നത്. I just thought I will just share it here. So our responsibility is there, not to turn to folly. Secondly, 9ാമത്തെ verse മുതൽ it is now പ്രവചനം. It is God, what God told him. Surely his salvation is near those who fear him, that his glory may dwell in our land. Surely, I want to highlight a word, near. Salvation is near. Salvation is not automatic. Salvation, it is near. Aduttana. I want to explain this. I want to just give an example. Imagine there is a river. വളരെ ഈ ഹൈ കറന്റ് ഉള്ള ഒരു റിവറാണ് ഈ തിരുമാലകളൊക്കെ ഉള്ള ഭയങ്കര ഒരു റിവർ, ഭയങ്കര ഡീപ്പ്. ആൻഡ് ദർ ആർ മെനി പീപ്പിൾ ആ റിവറിൽ ഇങ്ങനെ മുങ്ങുവാണ്. സോ ഈ കരയ്ക്ക് ഇരിക്കുന്ന ഒരാള് കണ്ടു ഇങ്ങനെ ആൾക്കാർ മുങ്ങുന്നത്. വാട്ട് ഹി ഡിഡ്, ഹി ടുക്ക് ഒരു കയറെടുത്തിട്ട് അത് ആ വെള്ളത്തിലോട്ട് എറിഞ്ഞു. നൗ കയർ എറിഞ്ഞു, ബട്ട് that doesn't mean that everybody has been saved. Now it is my duty to hold on to that kayar, right? Now if I hold on to that kayar a rope, that person can pull me out. ഞാൻ കരയ്ക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത് he saved me. I will not say that I saved myself. I will say he saved me. എന്നാൽ കരയ്ക്ക് നിൽക്കുന്ന ആൾ പറയും ബിജു got saved because he hold on to this kayar. I think നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് where I am heading to. God the Father sent his son Jesus to us as a rope, so that whoever believes in him will not perish but will have everlasting life. And it tells that it is for his glory may dwell in our land. Second part of this verse. 10 verse I am going to. Love and faithfulness meet together. Righteousness and peace kiss each other. Love, faithfulness,
റൈച്ചസ്നെസ്, പീസ്. ഇതൊക്കെ നമ്മൾ വായിക്കുന്ന പല പ്രാവശ്യം ബൈബിളിൽ വായിക്കുമ്പോഴേ കാണാൻ പറ്റുന്ന ഒരു വാക്യം, വേർഡ്സ് ആണ്. നമ്മൾ അത് ചിലപ്പം പറഞ്ഞങ്ങ് വി വിൽ ജസ്റ്റ് go through that, we will just read and go through. എന്നാൽ ഇവിടെ again we need to understand what is this love, faithfulness, and what is this peace and righteousness and peace, kiss each other എന്ന് പറയും. Love എന്തുവാന്ന് ചോദിച്ചാൽ അത് God's covenant love. And faithfulness അത് ദൈവത്തിന്റെ നീതി, that is justice. So imagine God is saying, I am a just God. So if a just God, how can a just God forgive somebody? And when he is forgiving, then justice is not happening. Now, if justice is happening, then he is not forgiving. How? How it is possible? I will tell you how it is possible. It is only possible through the cross. ആ ക്രൂശിലാണ് നമ്മൾ കാണുന്നത്, where justice is also happening, where Christ died for all of us. He took everybody's sin on him and he forgave us so that we can have life. So, and the second thing, righteousness and peace. Righteousness demands holiness and judgment. And then peace and the one of Samadhan. How judgment and peace? How it is possible? It's both indifferent. It's completely different, but same. Answer is the same. The cross, we can see that. And that's why Christianity, we can see that at the cross, both the thing happening. Let's move to the verse 11. Now, ഇവിടെ ഞാൻ 10th വേഴ്സിനെ ഒരു എന്താ പറയുന്ന ഒരു മെറ്റാമോർഫിക്കലി ലൈക്ക് ഒരു ഇതിലാണ് ഞാൻ കാണിച്ചത് about the death of the Christ. അങ്ങനെയാണെങ്കിൽ if 10th verse is the death of the Christ, then what can be the 11th verse? The 11th verse is the resurrection. Let us look at from that point of view, the resurrection point of view, the 11th verse. Faithfulness springs forth from the earth, and righteousness look down from heaven. See, faithfulness springs forth from the earth. Christ died and he was buried, but he was raised. So that is where I want to align this verse, that faithfulness springs up from the earth, gives the picture of something that has been buried and was raised. And what happened? What is the next part of this word saying? The righteousness looks. Jesus, so what is there? Jesus is God's faithfulness in human form. Jesus is God's faithfulness in human form, who was buried and he was raised. And നമ്മൾ കാണുന്നത് രണ്ടാമത്തെ പാർട്ടില് righteousness looks down. That is, the righteousness looks down from the heaven, which means God himself bending down, saying, yes, what happened on earth is right. I accept it. So God the Father responded with resurrection, acceptance, and outpouring of salvation. We have come to verse 12. Let's see what the verse 12 is saying. I'm just going very, very summary item. Now, it is a blessing. We see the death of Christ. So we saw the resurrection. Now, of course, it is a blessing. Now, let us go back to verse 7. 7th വാക്യത്തില് സങ്കീർത്തനക്കാരൻ ഒരു പെറ്റീഷൻ ആണ് ഇവിടെ പറഞ്ഞത്. Lord, this is my crisis. I am in this situation right now. Take me out. And ഇവിടെ 12th വേഴ്സില് he got the answer. See, he has not seen the answer, but he said it is done. The land is still barren. They came from exile. The land is still barren. The land അവിടെ dry ആണ്, famine ആണ്. But he is saying the Lord will indeed give what is good, and our land will yield its harvest. It is not done yet, but he says that it is done. Before it has been done, he says that it is done. 13th വാക്യത്തിലോട്ട് പോകാം. 13th വാക്യത്തിൽ പറയുന്നത് God walking with his people again. That is what he's saying. Righteousness goes before him, and his footprints is giving us a pathway for us. നമ്മൾ ആ pathway we can follow that, and that can
give us a life. So I'm ending this Psalms by saying that this Sankirtanam is showing us a pattern of what God did in the past, and we need to pray. We need to tell this to God what crisis we are going. We may be going through crisis. I don't know what crisis we are going through. എന്നാൽ വിശ്വസിക്കണം, hallelujah, വിശ്വസിക്കണം that my prayer has been answered. Hallelujah. There is a lady, I don't remember the name. She is in YouTube message on. Maybe you can hear that. She said, people said that you have cancer. Cancer is on this stage. So she said, എന്നാൽ ലാസറസ് ഏത് സ്റ്റേജിലായിരുന്നു? Hallelujah. That is what she did. That is the hope that we need to have, that that it is being done. That it is being done. Let us have this hope and pray for this. ദൈവവചനം ഹൃദയത്തിൽ നിറയുമ്പോൾ ഇതിന്റെ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നത് കണ്ടമിടർന്നുമുള്ള അനുഭവമാണ്. ഇന്നത്തെ സംഗീത ധ്യാനത്തിൽ ആ ദൈവസ്നേഹം ഉള്ളിൽ നിറയുമ്പോൾ ഉള്ള അനുഭവമാണ് നമുക്ക് ലഭിച്ചത്. 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചപ്പോൾ നിന്റെ ദയ എന്നെ കാണിക്കണം. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ നന്മ നൽകുകയും പ്രദേശം ഇളതരികയും ചെയ്യും. നിലവിളിക്കുമ്പോൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, ഭൂമി വായ് പിളർന്ന് സകലരെയും വിഴുങ്ങിയപ്പോൾ വിടുതൽ പ്രാപിച്ചതായ ഘോരപുത്രന്മാർ ധ്യാനിച്ചതായ സങ്കീർത്തനം നമുക്ക് കേൾപ്പിച്ച സങ്കീർത്തനായി ദൈവത്തിന് സ്തോത്രം. ദൈവവചനം സങ്കീർത്തനം ധ്യാനിച്ച പ്രിയ ബിജുവിനെ പൂർവ്വമായി ഓർക്കാം, പ്രിയ ലിസിമാമയെ ഓർക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്ക തുറന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധി സമയത്തിന് സമർപ്പിക്കാം. പ്രിയ ബാബുച്ചായ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഉള്ളവരെയും ഹൃദയ കണ്ണുകളെ കർത്താവിനെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു പാൽക്കാലം കർത്താവ് നമ്മൾക്ക് വേണ്ടി നൽകപ്പെട്ടല്ലോ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മളെ ഐശ്വര്യമായി കർത്താവ് നടത്തിയല്ലോ. നമ്മുടെ ജോലി രംഗം, യാത്രരംഗം, നമ്മുടെ കുടുംബജീവിതം എല്ലാത്തിലൂടെ കൃപ നമ്മൾ അനുഭവിച്ചല്ലോ. വീണ്ടും കർത്താവെ പരിപ്പൊന്നുമില്ലാതെ, കുറവില്ലാതെ ഈ ഭവനത്തിലേക്ക്, ഈ ആലയത്തിലേക്ക്, ഈ ഹോളിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ബലപ്പെടുത്തിയ കൃപയോർത്തപ്പോൾ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സംഭവലമായ ലോകത്തിലാവുന്നല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മളെക്കാൾ ശ്രേഷ്ഠരായിരുന്ന എത്രയോ പേർ, പ്രഗത്ഭരായ എത്രയോ പേർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് നമ്മൾ കേട്ടു. എവിടെല്ലാമോ സംഘർഷങ്ങളെ, പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതിന് നടുവിലും കർത്താവ് നമുക്ക് ഇത് വലിയൊരു സമാധാനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആ മുഖത്തേക്ക് നോക്കി സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഞങ്ങള് വിളിച്ച് വേദനിക്കുന്ന കൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ആയുസ്സിൽ ഇന്നുവരെ നമ്മൾ അനുഭവിച്ച എല്ലാ സന്തോഷങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കാലിടറാതെ നമ്മൾ നിർത്തിയ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പട്ടുപോകാവുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. അവിടെ നിന്നൊക്കെ നമ്മളെ ഇത്രത്തോളം ജീവനോടെ നിർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ ഭവനത്തിലേക്ക്, ഇന്ന് ഈ ആലയത്തിലേക്ക്, ഈ ഹോളിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തലവണക്കിരിക്കുന്ന എല്ലാവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 40 വർഷക്കാലമായി ഈ ദേശത്തെ കർത്താവെ ശുശ്രൂഷ മുടക്കമില്ലാതെ കൊണ്ടുപോകാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ കൃതങ്ങൾക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇതിന്റെ പുറകിൽ അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കാം. അനേകായിരങ്ങൾ ഈ ദേശത്തെ ഈ ഹാളിൽ വന്ന്, ഈ കൂട്ടായ്മയിൽ വന്ന് കർത്താവെ അനുഗ്രഹം പ്രാപിച്ചു പോയിട്ടുണ്ടല്ലോ. അനേകര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയല്ലോ. അനേകര് ദൂരെ ഇരുന്നതൊക്കെ ശ്രവിക്കുന്നുണ്ടല്ലോ. കർത്താവെ, നമ്മുടെ പ്രിയപ്പെട്ട ബേബുക്കുട്ടിച്ചാന് വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മകൻ ദീർഘകാലം ഈ ദേശത്ത് വസിച്ച് ഈ ശുശ്രൂഷ നടത്തുവാൻ തക്കൊണ്ട് ബലപ്പെടുത്തി ഇപ്പോൾ കർത്താവെ നാട്ടിലായിരിക്കുന്നു. ശാരീരികമായ ക്ലേശത്തിലൂടെ കടന്നു പോകുന്നു. എങ്കിലും ബലപ്പെടുന്ന ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. ദീർഘായുസ്സും ആരോഗ്യ ഉയരത്തിൽ നിന്ന് കൊടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ പ്രത്യേകം തിരുസന്നിധിയിലേക്ക് നമുക്ക് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയ്ക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബാബുച്ചാന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തളരാതെ മോനെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. തോമസ് കുട്ടിച്ചാന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവത്തിന്റെ മാനിയെടുത്ത് ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി നമുക്ക് നന്ദി കരയറ്റാം. രാജനച്ചായന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദാസനെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായ ക്ലേശകനുമാൻ കടന്നുപോയി, വിഷമങ്ങളും വേദനകളൊക്കെ കടന്നു വന്നു. അതിനടുവിലും കർത്താവ് ബലപ്പെടുത്തി സൗഖ്യം കൊടുത്തു. ഇന്ന് സൗഖ്യത്തോടെ ഇവിടെ വന്നിരിപ്പാൻ തക്കവണ്ണം, കുറവൊന്നുമില്ലെന്ന് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി കൃപയ്ക്ക് വേണ്ടി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനം ധ്യാനിച്ച മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, അവിടുത്തെ പരിശുദ്ധനെ തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ എത്ര വലുതായിരുന്നാലും അതൊക്കെ ക്ഷമിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നല്ലോ. അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം കർത്താവെ. നിന്റെ മാനു കൊടുത്തിരിക്കുന്ന വചനത്തെ വിവേചിപ്പാൻ തക്കവണ്ണം കൊടുത്ത ആത്മാവിനായി സ്തോത്രം. കൂടുതലായി എടുത്ത് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ നാടിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന് അനുഗ്രഹങ്ങളൊക്കെ കർത്താവെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഭാഗ്യം തന്നല്ലോ. ഞങ്ങളിൽ കൂടി എത്രയോ പേർക്ക് കൈത്താങ്ങായിരിക്കാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അതിനായി സ്തോത്രം കർത്താവെ. കർത്താവിന്റെ വേലയിലായിരിക്കും അനേകർക്ക് കൈത്താങ്ങായി ജീവിപ്പാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഈ ദേശം നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തരും ഒരിക്കലും ജീവിത മാർഗത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജോലി രംഗങ്ങളെ, ബിസിനസ് രംഗങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. 10ലും 12ലും കർത്താവെ ബോർഡ് എക്സാമിന് വേണ്ടി ഒരുക്കുന്ന മക്കളുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരും തളർന്നു പോകാതെ, ആരും ആകുലപ്പെടാതെ കർത്താവെ അധ്വാനത്തക്ക പ്രതിഫലം കൊടുക്കണമേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൂരസ്ഥരായിരിക്കുന്നല്ലോ. അനേകര് കർത്താവെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ത്യയിലെ വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്, ജോലിക്ക് വേണ്ടി അവിടെ വിഷമിക്കുന്നുണ്ട്, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് ജോലിയില്ലാതിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വഴിയും വാലും തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. അടിയങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കേട്ട് അവിടെ ഉത്തരമരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സഹോദര സഹോദരിമാരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ നമുക്ക് ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടെയുള്ള മിഷണറിമാരെ, അവിടെയുള്ള കർത്താവിന്റെ വേലയിലായിരിക്കുന്നവർ അനേക പ്രതിസന്ധികൾ കടന്നു പോകുന്നുണ്ട്. ഹരിയാനയുടെയും കർത്താവെ മറ്റു ദേശത്തൊക്കെ, മറ്റു സ്റ്റേറ്റിലൊക്കെ പല പ്രതികൂലങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബൈബിള് കത്തിക്കുന്ന അനുഭവം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ. അങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ ദേശം കർത്താവെ അവിടുന്ന് ഈ സ്ഥലത്തിന് മതിയായ ദൈവമാകുന്നല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. മിഷൻ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം കൊടുക്കുന്ന ജോർജ് ജിയാൻ സാറിനെയും കുടുംബത്തെയും മറ്റെല്ലാ ടീമിനു വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. 26-ാം തുടങ്ങുവാനിരിക്കുന്ന സ്പെസിഫിക് കൺവെൻഷനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഫാമിലി കോൺഫറൻസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിദൂരതയിൽ നിന്നൊക്കെ ആൾക്കാർ വരുവാനുണ്ടല്ലോ. യാത്രയൊക്കെ ചെയ്തുകായിരിക്കുകയാണല്ലോ കർത്താവെ. പ്രതിസന്ധി ഒന്നും വരാതെ കാക്കണമെന്ന് പ്രാർത്ഥിക്കാം. മഴയുടെ പ്രതികൂലങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അതിൽ നിന്നൊക്കെ കർത്താവ് കാത്തുകൊള്ളണമേ, ഏറ്റവും അനുഗ്രഹമായിരിക്കണമേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നമ്മുടെ വയനാട്ടിലെ ഓൾഡ് ഏജ് ഹോമിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ശുശ്രൂഷ ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് കർത്താവെ കൃഷ്ണന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. അതിൽ താമസിക്കുന്ന അമ്മമാരെ നമുക്ക് പ്രത്യേകം ഏൽപ്പിക്കാം. ഈ ഫൈഡേ പ്രാശ്ചിമ്പറൽ കൂടെ കർത്താവെ അതിന് കൈത്താങ്ങായിരിക്കാൻ തക്കവണ്ണം ഈ നാളുകളിൽ എടുത്ത് ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ഗായക സംഘത്തെ പ്രത്യേകം നമുക്ക് ഓർത്തി സമയം പ്രാർത്ഥിക്കാം. നിന്റെ കുഞ്ഞുങ്ങളുടെ പാട്ട് കർത്താവെ ഈ കൂട്ടായ്മ അനുഗ്രഹമാക്കുവാൻ തക്കൊണ്ട് എടുത്ത് ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത അതിൽ അധ്വാനിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് വചനം കൊണ്ടുവന്ന ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ വിനോദ് ബ്രദറിനെ തിരുസന്നിധിയിൽ നമുക്ക് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ ഏത് വചനത്തിൽ എഴുതപ്പെട്ടതോ അതേപോലെ ആത്മാവിൽ പറയുവാൻ തക്കോണം നിന്റെ മോന്റെ കരങ്ങളെ ബലപ്പെടുത്തണമെന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവെ അതുപോലെ ഇന്ത്യയിലെ മിഷൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ഓൾഡ് ഏജ് ഹോമിന് വേണ്ടിയും പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം കൊടുക്കുന്ന ബ്രദർ വി സാമുവേൽ സഹോദരനെ ഈ സമയത്ത് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, നീ രോഗത്തിന് മതിയായ ദൈവമാകുന്നല്ലോ. നിന്നെ തൊട്ടവർ നീ തൊട്ടവർക്ക് സൗഖ്യം ലഭിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾ ഇത്രയും പേർ ഒരേ ആത്മാവിൽ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാകുന്നു. അവിടുന്ന് സൗഖ്യം അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാജനച്ചാൻ വീണ്ടും കൊടുത്ത സൗഖ്യത്തെ ഓർത്ത് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ മോനെ ഇത്രത്തോളം വീണ്ടും മധ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിൻസ് സഹോദരൻ്റെ അടുത്ത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പനിയുടെ പ്രയാസമൊക്കെ നിന്റെ മോൻ അനുഭവിക്കുന്നുണ്ട്.
പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിബിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കാമോന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊടുത്ത സൗഖ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. MS കുര്യനച്ചാനി സമയത്ത് ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവെ, അതൊക്കെ ഫലം കണ്ടിട്ട് നടക്കുവാൻ തക്കവണ്ണം കരങ്ങൾ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. അതുപോലെ രോഗികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഈ സമയത്ത് അർപ്പിച്ച് പ്രാർത്ഥിക്കാം. പനിയുടെ പ്രയാസത്താൽ ഈ നാളിൽ അനേകർ ബുദ്ധിമുട്ടുണ്ട് ഈ പ്രദേശത്ത്. കർത്താവെ, അവിടുന്ന് പകർച്ചവ്യാധിയിൽ നിന്നൊക്കെ വിടുവിച്ചുകൊള്ളേ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ പങ്കാളികളൊക്കെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ഏകാന്തയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമേരിക്കയുടെ പ്രദേശത്തായി സജി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൈകളുടെ പ്രയാസങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ കർത്താവെ, അവിടുന്ന് പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ. ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേഗം അവിടുന്ന് സൗഖ്യയ്ക്ക് ദൈവമാകുന്നല്ലോ. അപ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, അവിടുന്ന് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട തിരുസനിലേക്ക് വീണ്ടും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ മുറ്റിലുമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളിവിടെ വന്നത് വെറുതെ ആയിപ്പോയെന്ന് ഇടയാക്കരുതേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. റിറ്റു രാജ്, അതുപോലെ വിപിൻ റോയ്, നമ്മുടെ മിനിയുടെ മകൻ സോണിയ വിപിൻ, സൂസമ്മ ഈശോ, ഐസക് ജോൺ, ഈ പ്രിയപ്പെട്ടവര് റിറ്റു രാജ് ഇന്ന് ജന്മദിനം കൊണ്ടാടുന്ന ദിവസമാകുന്നു. വിപിൻ റോയ് നാളെയാകുന്നു ജന്മദിനം. സോണിയ വിപിൻ 25/11, സൂസമ്മ ഈശോ 26/11/2025, ഐസക് ജോൺ 28-ാം തീയതി. ഈ ദിവസങ്ങളിലൊക്കെ ജന്മദിനം കൊണ്ടാടുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം നാളുകൾ കർത്താവിന്റെ അവരെ കാത്തു പരിപാലിച്ച് ദൈവം പുതിയ വർഷം എല്ലാ നന്മകളാലും അവരെ നിറയ്ക്കണമെന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന സ്ഥാനങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പാൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടി നൽകപ്പെട്ടതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇവിടുന്ന് ഞങ്ങളെ ഇത് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. തലമുണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു. സ്തോത്രം. കണ്ണുനീർ തൂകുമ്പോൾ നീ മനസ്സലിയും ദൈവമാകുന്നല്ലോ. ഹൃദയം നുറുങ്ങിയവർക്ക് സമാധാനം നൽകുന്ന ദൈവമാകുന്നല്ലോ. ഞങ്ങൾ കർത്താവെ നല്ലൊരു വചനം ധ്യാനിച്ചു കർത്താവെ, അവിടെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണല്ലോ. ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം കർത്താവെ. വ്യാപരിക ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരും തിരുസന്നിധിയിൽ ഇരിക്കട്ടെ. വചനം കൊണ്ട് ദാസനെ ഏൽപ്പിക്കുന്ന കർത്താവെ, നിന്റെ മകന്റെ വചനം കർത്താവെ, വെറുതെ ഞങ്ങൾ അങ്ങനെ കേട്ടുപോകുന്നവരായി തരാതെ 30-100 മേനി ഫലം കായ്പാൻ തക്കോണം അവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ഇവിടെയും നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം കർത്താവെ. തിരുസന്നിധിയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളും അവിടെ ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി തന്നിരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. സാലമാനവും മൊത്തം എല്ലാം അവിടെ നിന്ന് എടുക്കണമേ. എല്ലാം ഞങ്ങൾക്കായി ജന്മച്ച യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്കുള്ള സമയം കടന്നു വരികയാണല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, ഈ 2025 ഏതാണ്ട് ഈ വർഷത്തിന്റെ അവസാന മാസങ്ങളിലേക്ക് നാം കടന്നു വരികയാണ്. 11ാം മാസത്തിന്റെ ഏതാണ്ട് അവസാന ആഴ്ചകളിലേക്കൊക്കെ നാം കടന്നു വരുന്നു. 85ാം സങ്കീർത്തനത്തിലൂടെ തന്റെ മകൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി ഇന്ന് നമ്മളോട് ഇടപെടുകയായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പുത്രന്മാരുടെ അനുഭവത്തിലൂടെ അത് നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷെങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ കർത്താവ് എത്രമാത്രം അനുഗ്രഹിച്ചു. ഇതിന്റെ 1ാമത്തെ വാക്യം എങ്ങനെയാ പറയുന്നത്? യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. അങ്ങനെ ആ 3 വാക്യങ്ങൾ വരെ വളരെ അനുഗ്രഹത്തിന്റെ സമയങ്ങളെ കുറിച്ച് പറയുമ്പോഴും എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ നമ്മളെക്കാൾ എത്രയോ പ്രാഗൽഭ്യമുള്ളവര് നാട്ടിൽ ജോലിയില്ലാതെ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളോട് അലയുമ്പോൾ ഒരു യോഗ്യതയില്ലാത്ത നമ്മളെയൊക്കെ ഈ പ്രദേശത്തിന്റെ നന്മ അനുഭവിക്കും. ഹല്ലേലൂയ. ഈ സൂമിലൂടെ കേൾക്കുന്ന സഹോദരങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായും ഒന്ന് സ്തോത്രം പറയുമോ? ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. നീ ഞങ്ങളെ എത്ര മാത്രം കരുതി. നീ കരുതിയില്ലെങ്കിൽ നാം എവിടെയും എത്തുകയില്ല. ആമീൻ. അപ്പോൾ ഗോരഹപുത്രന്മാരെ പോലെ പറയാണ്, കർത്താവേ,
വീണ്ടും നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അവൻ തന്ന അനുഗ്രഹത്തിൽ നാം മതി മറന്നോ? ഇവിടെ പറയുകയാണ് സങ്കീർത്തനം കർത്താവ്, ഹല്ലേലൂയ, കർത്താവേ നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തണം. നാം യഥാസ്ഥാനപ്പെടേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ അനുഗ്രഹത്തിന്റെ നിറവിൽ ഹല്ലേലൂയ എന്റെ ദൈവത്തെ മറന്നുപോയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? എങ്കിൽ ഇന്ന് സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, കർത്താവേ നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തണം. യേശുവേ നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തണം. കാരണം എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ ഇതിന്റെ 12ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, നീ യഥാസ്ഥാനപ്പെടുത്തിയാൽ ഹല്ലേലൂയ നിന്റെ കൃപ വീണ്ടും എന്നിലേക്ക് ഒഴുകും. ഹല്ലേലൂയ ഞാൻ ഇതുവരെ അനുഭവിച്ചു വന്ന കാലങ്ങളെ ഹല്ലേലൂയ ഓർത്ത് ഞാൻ നിന്നെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ യേശുവേ ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാം ഹൃദയം കൊണ്ടൊന്ന് പറയുമോ, നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തണം. ഹല്ലേലൂയ എന്റെ ജീവിതത്തില് നിന്നെ മറന്നുപോയ ഏതെങ്കിലും അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ ഈ പകൽക്കാലം നമ്മളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുമോ? എങ്കിൽ ഹല്ലേലൂയ യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിള തരികയും ചെയ്യും. അതാണ് നമ്മുടെ വിശ്വാസം. യഥാസ്ഥാനപ്പെടുത്തുന്നവന്റെ ഹല്ലേലൂയ കർത്താവിന്റെ മുമ്പിൽ യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അനുഗ്രഹം കൊണ്ട് നിറയും. ഇന്നത്തെ ഗാനം ഇങ്ങനെയാണ്, ഹല്ലേലൂയ എൻ പ്രിയനെ യേശുവേ രക്ഷക, നിന്റെ കരം എന്റെ മേൽ വെക്ക. ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ഈ ഗാനങ്ങളും ഇന്നത്തെ ശുശ്രൂഷ മുഴുവൻ പോകുന്നത് ഓരോ ദിവസവും. കാരണം എന്റെ ഹല്ലേലൂയ നിന്റെ കരം എന്റെ മേൽ വെക്കുമ്പോൾ എന്നിലുള്ള കുറവുകൾ തീർന്നു പോകുന്ന ഒരു പകൽക്കാലമാണ്. എഴുന്നേറ്റ് നിൽക്കുവാൻ ആരോഗ്യമുള്ളവർ ഹല്ലേലൂയ ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ട്. ഹല്ലേലൂയ കർത്താവേ നമ്മൾക്ക് പറയാം, നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. നീ ഹല്ലേലൂയ എന്നെ ഇന്നുവരെ നടത്തിയ ഒരു ദൈവമാണ്. എന്നാൽ ഹല്ലേലൂയ എന്റെ ജീവിതത്തിന്റെ യാത്രയ്ക്കുള്ളിൽ ഞാൻ നിന്നെ മറന്നുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യേശുവേ ഹല്ലേലൂയ നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തിയാൽ ഞാൻ വീണ്ടും അനുഗ്രഹത്തിന്റെ ഹല്ലേലൂയ പടവുകൾ കയറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നീ അങ്ങനെ ആ വചനം ഞങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയനെ, എന്റെ യേശുവേ, എന്റെ രക്ഷക, നിന്റെ കരം എന്റെ മേൽ വെക്കുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ നീ എന്റെ കണ്ണുകൾ, ഹല്ലേലൂയ എന്റെ കാതുകൾ, എന്റെ ബന്ധങ്ങളെല്ലാം നിനക്ക് ഹല്ലേലൂയ അനുരൂപമായി മുൻപോട്ട് പോകുവാൻ നിന്റെ കരം എന്റെ മേൽ വെക്കുമോ? ഹല്ലേലൂയ ഓ കർത്താവേ നീ എന്നെ ശുദ്ധീകരിക്കുമോ? ഹല്ലേലൂയ നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തുമോ? എങ്കിൽ ഹല്ലേലൂയ മകനെ യഥാസ്ഥാനപ്പെടുത്തുന്നവന്റെ ഹല്ലേലൂയ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കാമെന്ന്, അനുഗ്രഹങ്ങൾ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവിന്റെ പാദപീഠത്തിലാണ് നാം ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ എന്റെ കർത്താവിനോട് ചേർന്ന് പാടാം, എന്റെ യേശുവേ പ്രിയനെ രക്ഷക, നിന്റെ കരം എന്റെ മേൽ വെച്ച. ഒരുമിച്ച് പാടാം, എൻ പ്രിയനെ യേശുവേ. ഓ കർത്താവേ നിന്റെ ശക്തി എന്റെ മേൽ അയക്കണമേ. ഞാൻ ശുദ്ധനായി തീരുവാൻ, ഞാൻ യഥാസ്ഥാനപ്പെടുവാൻ നിന്റെ കരം എന്റെ മേൽ വിളിച്ചാട്ടെ. ഹല്ലേലൂയ
ഹൃദയം
എന്റെ കർത്താവിന്റെ സ്പർശനത്താൽ ആമേൻ, ആമേൻ. സാരമാകട്ടെ. Praise the Lord. നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ച് ആമേൻ. മുത്താക്കി തീർക്കുമ്പോൾ യേശു മണവാളന്റെ രണ്ടാമത്തെ വരവുണ്ട്. ഹല്ലേലൂയ. ശുദ്ധനായി തീർന്ന എന്നെയും നിങ്ങളെയും ചേർക്കാനായി അവൻ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഇനി അധികം നാളുകളില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് അടുത്തുപോയി. അതിന്റെ ലക്ഷണങ്ങൾ ഹല്ലേലൂയ ലോകത്ത് പലയിടത്തും കാണുകയാണ്. ബൈബിൾ കത്തിക്കുന്ന സാഹചര്യം, കർത്താവിന്റെ സുവിശേഷം പറയാൻ വയ്യാത്ത പീഡകളേറുന്ന ഒരു കാലഘട്ടം ഹല്ലേലൂയ കടന്നു വരുമ്പോൾ ഓർത്തുകൊള്ളുക, എന്റെ കർത്താവിന്റെ പ്രത്യക്ഷതയാണ്. ഹല്ലേലൂയ. ആമീൻ. അതുകൊണ്ട് നമുക്ക് പാടാം, യേശു മണവാളം നമ്മെ ചേർക്കുവാൻ മധ്യവാതിൽ വെളിപ്പെടുമ്പോൾ കാലം അസന്നമായി. പ്രിയരെ ഒരുങ്ങാം, നമുക്ക് വിശുദ്ധിയോടെ ഒരുങ്ങാം. ഒരുമിച്ച് കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഭാവിയിലാത്, കാണും നാം അന്നാളിൽ പ്രിയൻ വന്നു നമ്മെ. ചേരും നാം വേഗത്തിൽ ഭാവിയിലാത്, കാണും നാം അന്നാളിൽ പ്രിയൻ വന്നു നമ്മെ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, കാന്തൻ യേശുവരായി കാലമായി രൂപാന്തരം പ്രാപിക്കും. കാലം യേശുവരായി കാലമായി രൂപാന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഭാവിയിലാത്, കാണും നാം അന്നാളിൽ പ്രിയൻ വന്നു നമ്മെ. ചേരും നാം വേഗത്തിൽ ഭാവിയിലാത്, കാണും നാം അന്നാളിൽ പ്രിയൻ വന്നു നമ്മെ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ.
കാലം ഹല്ലേലൂയ ആസന്നമായി. നമുക്ക് നമ്മുടെ പ്രിയന്റെ വരവനായി ഒരുങ്ങാം. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആരാധിപ്പാൻ ദൈവം ബലം തന്നല്ലോ. അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ബലം തന്നല്ലോ. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു ചിന്തയാ. ഏകദേശം 35 വർഷമായി ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമാകുവാൻ എനിക്കിടയായി. ഇവിടെ സമർപ്പിച്ച അനേക വിഷയങ്ങൾ, മധ്യസ്ഥ ചെയ്ത അനേക വിഷയങ്ങൾ കണ്ട വിടുതലുകൾ ഓർക്കുവാൻ ഈ ഇന്നത്തെ ആരാധനയിൽ, ഇന്നത്തെ പ്രാർത്ഥനയിൽ എനിക്കിടയായി. അനേക അനുഭവങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ജീവിക്കുന്ന അനേക സാക്ഷികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, ഈ കൂട്ടായ്മയിലുണ്ട്. നമ്മെ ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്മനുമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശ്വനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമുക്ക് ആ ചിന്തയോടെ തുടർന്നുമായിരിക്കാം. അല്പസമയം സാക്ഷ്യത്തിനായി സമയം ഉപയോഗിക്കാം. ആദ്യമായി പ്രിയ മറിയമാമ സാക്ഷ്യത്തിനായിട്ട് സമയം ചെലവഴിക്കുന്നു. അതിനുശേഷം ആർക്കെങ്കിലും താല്പര്യമുള്ള ഒരാൾ കൂടി മാത്രം സാക്ഷ്യത്തിന് അവസരം തന്നിട്ട് തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് ബ്രദർ ദൈവവചനത്തിൽ നിന്ന് സൂക്ഷിക്കുന്നതായിരിക്കാം. മറിയമാമ മുമ്പോട്ട് വന്നാട്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട്. സമയം ഒത്തിരി അതിക്രമിച്ചു എന്ന് എനിക്കറിയാം. എങ്കിലും ഇന്ന് പറയേണ്ട ഒരു സാക്ഷ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു സാക്ഷ്യം പറയാനായിട്ട് ഒരു അവസരം ലഭിച്ചതല്ല, ഞാൻ ഉണ്ടാക്കിയത്, പക്ഷെ എനിക്ക് കിട്ടിയത്. അതായത് ഞങ്ങളുടെ ഇളയമോടെ മൂത്ത മോന് തിമത്തി, അവന് 13 വയസ്സുണ്ട്. അവന് ഒരു 3 ആഴ്ച മുമ്പ് ഒരു ചെറിയ പനിയായിട്ടൊന്ന് തുടങ്ങിയതാണ്. ഒരു പറയും ഒരു തൊണ്ടയ്ക്ക് വേദനയൊക്കെ വന്നു. ഒരു പ്രൈവറ്റ് ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്, ഏതായാലും ഒരു ആന്റിബയോട്ടിക്സ് അങ്ങ് എടുത്തു എന്ന് പറഞ്ഞ് ആന്റിബയോട്ടിക്സ് കൊടുത്തു. വീട്ടിൽ വന്നു. 3 ദിവസം ആന്റിബയോട്ടിക്സ് ചോദിച്ചു. യാതൊരു കുറവും ഉണ്ടായില്ല. പനി കൂടി വരുമായിരുന്നു. വലിയ പനിയില്ല, എന്നാൽ ഒരു 38-നും 39-നും ഇടയ്ക്കുന്ന ആ പനി. അങ്ങനെ നിന്നു. പിന്നെ അങ്ങനെ ഇത്രയും 3 ദിവസം കൊടുത്തിട്ട് കുറഞ്ഞില്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അവർ വെൽകെയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച അന്നേരം പിന്നെ എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പം അന്നേരം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്, ചെസ്റ്റ് ഇൻഫെക്ഷൻ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ IV ആന്റിബയോട്ടിക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. IV ആന്റിബയോട്ടിക്സ് കൊടുക്കാൻ തുടങ്ങി. അതും 2 ആന്റിബയോട്ടിക്സ് കൊടുത്തു. ഒരെണ്ണം അല്ല, 2 എണ്ണം കൊടുത്തു. 3 ദിവസം 4 ദിവസമായിട്ടും അതിനും ടെമ്പറേച്ചർ കുറയുന്നില്ല. പിന്നെ ഇത് തന്നെ. അപ്പോഴത്തേക്കിന് ഞങ്ങൾക്കൊക്കെ ഭയമായി. ഇത് എന്തുവാ, ആന്റിബയോട്ടിക്സ് IV കൊടുത്താൽ കുറങ്ങാത്ത പനി എന്തുവാ എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവരും ഭയപ്പെട്ടു, വളരെ പ്രയാസപ്പെട്ടു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പനി കുറഞ്ഞപ്പം പിന്നെ ഒരു എക്സ്റേയും കൂടി എടുത്തു. ആ എക്സ്റേ എടുത്തപ്പോൾ നേരത്തെ കണ്ടതിലും അതിലും കൂടുതലാണ് ഇൻഫെക്ഷനായിട്ട്. ഭയങ്കരമായിട്ട് കൊച്ചല്ലേ, ഭയങ്കര ഇൻഫെക്ഷൻ. നമുക്ക് കണ്ടാൽ സഹിക്കത്തില്ല, അതുപോലെയുള്ള ഇൻഫെക്ഷനായി. അത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇതാണെന്ന് തോന്നുന്നു. എനിവേ അത് കണ്ടപ്പോഴത്തേക്കിന് പിന്നെ ഞങ്ങൾക്ക് പ്രയാസമായി തുടങ്ങി. എന്നാ വെച്ചാൽ ഇത് മരുന്ന് കിട്ടും, പനി വന്നു, അത് മരുന്ന് കഴിച്ചാൽ പോകേണ്ടതല്ലോ എന്ന് വിചാരിച്ചു. ഇത് കണ്ടപ്പോഴത്തേക്കിന് പ്രയാസമായി. അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ പിന്നെ അവിടുത്തെ ആ ഡോക്ടർ തന്നെ, മെഡിക്കൽ ഡോക്ടർ, ആ ഡോക്ടർ തന്നെ പൾമോണസിന് റെഫർ ചെയ്തു, ചെസ്റ്റിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടർ വന്ന് കണ്ടു. കണ്ടപ്പോൾ പിന്നെ അയാളൊരു ആന്റിബയോട്ടിക്സ് വേറെ മാറി, അത് പിന്നെ കൊടുത്തു. അപ്പോൾ ഇത്രയും ദിവസം കൊച്ചിങ്ങനെ ആന്റിബയോട്ടിക്സ് IV കഴിച്ചുകൊണ്ടിരിക്കുക, അമ്മ കഴിക്കുമല്ല, IV കൊടുത്തുകൊണ്ടിരിക്കുക. അവസാനം അങ്ങനെ അതും കഴിഞ്ഞിട്ട് അവർ പിന്നെ 3 ദിവസം ഇത് കൊടുത്തു, എന്നിട്ടും മാറുന്നില്ല. പിന്നെ അവർ പറഞ്ഞു, അപ്പോൾ അവിടുത്തെ പൾമോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ഡോക്ടർ, വലിയൊരു ട്രീറ്റ് ചെയ്യുന്ന ആളാണ്, പിള്ളേരുടെ അല്ല, എല്ലാത്തിനും ഇപ്പോൾ പിള്ളേർ സെപ്പറേറ്റ് ആണ്. അപ്പം അവിടെ ഇല്ല ഡോക്ടർ. ഉടനെ അവർ പറഞ്ഞു അത് പിന്നെ സിറ്റി ഹോസ്പിറ്റലുണ്ട്,
അവരെ വിളിച്ചു. അവരെ അങ്ങോട്ട് വിടാം, അവിടെ അവർ ട്രീറ്റ് ചെയ്യട്ടെന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ ആ ഡോക്ടർ പിന്നെ വന്ന് കണ്ടില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു അങ്ങോട്ട് വിടാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വിട്ടു. അവിടെ വിട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പിന്നെ ഒരു ബ്രോങ്കോസ്കോപ്പി എന്ന് പറയും, അതായത് നമ്മുടെ മൂക്കിൽ കൂടെ ഒരു ട്യൂബ് ഇട്ടിട്ട് ചെസ്റ്റിൻ്റെ അകത്തേത് അവർക്കപ്പം ക്ലിയർ ആയിട്ട് കാണാം, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അത് മിനിഞ്ഞാന്ന് ചെയ്തു. സാറ്റർഡേയില് അല്ല ഫ്രൈഡേ തോന്നുന്നു. സാറ്റർഡേയില് ഫ്രൈഡേ ആദ്യം പോസ്റ്റ് ചെയ്തു, അന്ന് പിന്നെ പറ്റിയില്ല, പിന്നെ സാറ്റർഡേയിലെ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർക്ക് ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റി എന്തുവാ സംഭവം എന്നുള്ളത്. എന്നിട്ടും പക്ഷെ കാണാൻ പറ്റിയെങ്കിലും എന്താണെന്ന് പിന്നിട്ടും പിടികിട്ടുന്നില്ല. പിന്നെ അവരവിടുന്ന് ഒരു 6 ടൈപ്പ് ഓഫ് ഇതെടുത്തു. ബയോപ്സി അല്ല, ഇങ്ങനെ സെക്രീഷൻസ് എടുത്ത് ഓരോ ടെസ്റ്റിനായിട്ട് അയച്ചു. അതിലും ഇന്നലെ പിറ്റേ ദിവസം ഒരെണ്ണം കിട്ടി, ഇന്നലെ ഒരെണ്ണം കിട്ടി, ഇന്നൊരെണ്ണം കിട്ടി, 3 എണ്ണം കിട്ടി. ദൈവകൃപയാൽ അത് 3 നെഗറ്റീവ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിച്ചത് എന്തോന്ന്, അവർക്ക് TB ആണോ എന്നറിയത്തില്ല, വല്ല ട്യൂമറാണോ എന്നറിയത്തില്ല, അബ്സസ് ആണോ എന്നറിയത്തില്ല, പല ചിന്തകളായിരുന്നു. ദൈവകൃപയാൽ ആ കിട്ടിയ റിപ്പോർട്ട് 3 നെഗറ്റീവായിട്ടാണ് കിട്ടിയത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഒരു വലിയൊരു ഇതായിരുന്നു. ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ വളരെ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. എന്നാൽ നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ അധൈര്യപ്പെടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പലരോടും പറഞ്ഞു, പലരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ദൈവം നമ്മളെ കൈവിടത്തില്ലെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. എന്നാലും മനസ്സിൽ നമുക്ക് പ്രയാസമുണ്ട്, ഇങ്ങനെ പോവുകയായിരുന്നു. ഏതായാലും ദൈവകൃപയാൽ ഇന്ന് അവന് ഡിസ്ചാർജ് കിട്ടി. ഡോക്ടർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഇന്നലെ പറഞ്ഞു നാളെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പം ഇന്നിപ്പം ഞങ്ങൾ പോരുന്നിടം വരെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നില്ല, ഉച്ച കഴിഞ്ഞ് പോന്ന് കാണും എന്ന് വിശ്വസിക്കുകയാണ്. സോ അങ്ങനെ ഒരു വലിയ ഒരു അനുഭവത്തിൽ കൂടി ഞങ്ങൾ കടന്നു പോകുകയായിരുന്നു. അനേകർ പ്രാർത്ഥിച്ചു, അച്ഛന്മാരോടൊക്കെ പറഞ്ഞായിരുന്നു, പ്രാർത്ഥിച്ചു. എന്നാൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇതങ്ങ് നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അവന് പനിയല്ലേ, പോകുന്ന ഒരു മാറുമല്ലോ എന്ന് വിചാരിച്ചു, ഇത്രയും ആൻറ്റിബയോട്ടി. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ വലിയൊരു ഉദ്ദേശമായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അതിൽ അവനിപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്നാൽ ഇനിയും നല്ലൊരു കെയറൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തെ തെളിയിക്കും. പ്രിയ പൈതലിന്റെ വിടുതലായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് ബ്രദർ ദൈവജനത്തിൽ നിന്ന് സൂക്ഷിക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല ദിവസത്തിന്റെ ഉച്ച കഴിഞ്ഞ സമയത്ത് ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറായി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധനയുടെ ഭാഗമായി തീരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ധ്യാനിക്കുവാൻ, പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഒക്കെ ദൈവം ഒരുക്കി തന്ന വലിയ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം വീണ്ടും ഒരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരുള്ള പ്രത്യേകമായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ബാബുച്ചാനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ബാബുച്ചാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട വേക്കുട്ടിച്ചാനും ഒക്കെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എല്ലാവരെയും ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകപ്രകാരമുള്ള മനുഷ്യൻ തൻ്റെ ദാസിയെയും തൻ്റെ മകനും ദാഹം തീർക്കുവാൻ ഒരു തുരുത്തി വെള്ളമാണ് കൊടുത്തുവിട്ടു. ആ പിതാവെ തൻ്റെ പ്രിയപ്പെട്ട ദാസിക്കും തൻ്റെ പ്രിയപ്പെട്ട മകനും പറഞ്ഞയച്ചപ്പോൾ ഒരു തുരുത്തി വെള്ളം മാത്രമേ കൊടുത്തുവിട്ടു. ഇത്ര വലിയ സമ്പത്തുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് ഒരു തുരുത്തി വെള്ളം മാത്രം കൊടുത്തുവിട്ടു? ലോകപ്രകാരം എല്ലാവരും അങ്ങനെയാണ്. നാം വിചാരിക്കുന്നത് പോലല്ല ലോകം നമ്മോട് ചെയ്യുന്നത്. സ്വന്തം മകനായിട്ട് ബേർശേബ മരുഭൂമിയിലോട്ട് പോവുകയാണ്. എവിടെയൊക്കെയാണ് എന്നൊന്നും കറക്റ്റ് അറിയില്ല, എങ്കിലും ആ മരുഭൂമിയുടെ കാഠിന്യം അറിയാവുന്ന ഈ പിതാവെ പോയപ്പോൾ അവർക്ക് ഒരു തുരുത്തി വെള്ളമേ കൊടുത്തു വിട്ടു. ഇത്ര വലിയ സമൂഹം, ഇത്ര വലിയ സമ്പത്ത് എല്ലാം ഉള്ള ഈ പിതാവെ ഒരു തുരുത്തിയെങ്കിലും കൂടുതൽ അഡീഷണൽ കൊടുത്തു വിടണ്ടായിരുന്നു. ലോകപ്രകാരം എനിക്കും നിങ്ങൾക്കും ഒക്കെ ചെയ്യുന്നതിന് എല്ലാവർക്കും കണക്കുണ്ട്.
നമ്മുടെ മാതാവ് പലപ്പോഴും നാം കുസൃതി കാണിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ ഒത്തിരി എന്റെ വയറ്റിൽ കിടന്നപ്പോൾ നീ എന്നെ ഒത്തിരി ചവിട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പിതാവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഈ എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ലോകപ്രകാരം എനിക്ക് നിങ്ങൾക്കും എന്ത് ലഭിച്ചു അതിനൊക്കെ ഒരു കണക്കുണ്ട്. ആ കണക്കാണ് ഇവിടും നാം കാണുന്നത്. ഒരു തുരുത്തി വെള്ളവും കൊടുത്തു വിട്ടു. പക്ഷെ ബേർശേബ മരുഭൂമിയിൽ നാം ഇന്നിവിടെ പറഞ്ഞപ്പോൾ തോമസ് ഞാൻ പറഞ്ഞോട്ടെ, കണ്ണുനീരോടെ കരഞ്ഞ് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു തുരുത്തി വെള്ളത്തിന്റെ അനുഭവം മാറി. ലോകപ്രകാരം ഒരു തുരുത്തി വെള്ളം കൊടുത്തുവിട്ടെങ്കിലും കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു തുരുത്തി വെള്ളമല്ല, നിന്റെ ആയുസ് മുഴുവൻ കുടിക്കുവാനായിട്ട് ഒരു വലിയ പ്രൈസ് ദി ലോർഡ്. ലോകപ്രകാരം എല്ലാവരും കണക്ക് പറയുമെങ്കിലും കണക്ക് പറയാതെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഉറവ തുറന്നു തരുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ ഒന്ന് പാടി മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് ഒരുമിച്ച് ഞാൻ ഓർത്ത് പുറപ്പാട് പുസ്തകത്തിന്റെ ബാക്കിയുള്ള ഭാഗം ചെയ്യണമെന്ന് ഓർത്തു. പക്ഷെ എന്താണെന്നറിയില്ല, എന്നെ ഒന്ന് മാറ്റി ചിന്തിപ്പിച്ചു. 121 സങ്കീർത്തനത്തിന്റെ 7 വാക്യത്തിലേക്കാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 121 സങ്കീർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അറിയാവുന്ന, ഏറ്റവും ഇഷ്ടമുള്ള സങ്കീർത്തനമാണ്. 8 വാക്യങ്ങളാണ് ആ സങ്കീർത്തനത്തിലുള്ളത്. ആ സങ്കീർത്തനം എനിക്ക് നിങ്ങൾക്കുമൊക്കെ കാണാതെ അറിയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ പ്രാർത്ഥനയിൽ, ഒരു ദിവസത്തെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന കഴിഞ്ഞാട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ കാണാതെ ഈ സങ്കീർത്തനം പറയണം. നമ്മുടെ യാത്രയിൽ നാം ഈ സങ്കീർത്തനം 121 സങ്കീർത്തനം പറയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കണം, നമ്മൾ ഈ സങ്കീർത്തനം പറയുന്നത് അവർ കേൾക്കണം. അവരും ഈ സങ്കീർത്തനം കാണാതെ പറയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേർക്കണം. നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം, ഞാൻ എൻ്റെ കണ്ണെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. 7 വാക്യം ഒരുമിച്ച് ചേർന്ന് ഒന്ന് വായിക്കാമോ? അവിടുത്തെ ആ വാക്യത്തിന്റെ ഒന്ന് മാറ്റി വായിച്ചേ. അതായത് യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം, ഇങ്ങനെ നെഞ്ചത്തൊന്ന് കൈവച്ച്, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കും. ഒന്ന് പറഞ്ഞേ, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവേ ഈ വിശുദ്ധ ദിവസത്തിന്റെ ഉച്ച കഴിഞ്ഞ സമയത്തെ കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. തമ്പുരാനെ, ഞങ്ങൾ കൂടി വന്ന സമയം മുതൽ കർത്താവേ ഇവിടെ ഒരു ദൈവകൃപയുണ്ടല്ലോ കർത്താവേ, ദൈവകൃപ ഇവിടെ വ്യാപരിക്കുന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പാടുവാന് കർത്താവെ, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ധ്യാനം കേൾക്കുവാന്, ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുവാന്, ഞങ്ങളുടെ രക്ഷയെക്കുറിച്ചൊന്ന് ഓർക്കുവാന്, കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇടിവിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കുവാന്, കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തിന് നന്ദി പറയുവാന്, കർത്താവെ നിന്നെ ഒന്ന് ആരാധിക്കുവാൻ ഒക്കെ തന്ന കൃപയ്ക്ക് സ്തോത്രം കർത്താവെ. വീണ്ടും അല്പസമയം ഞങ്ങൾ ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കുന്നു കർത്താവെ. നീ ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേഗുട്ടിച്ചാനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നിങ്ങൾക്ക് തന്ന വിടുതലിനായി സ്തോത്രം കർത്താവെ. നിന്റെ സ്പർശം നിന്റെ മകന്റെ മേൽ കർത്താവെ വ്യാപരിച്ചതിനായി സ്തോത്രം കർത്താവെ. ഒരു ദോഷവും തട്ടാതെ വണ്ണം പ്രൈസ് ദി ലോർഡ് നിന്റെ മകനെ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം കർത്താവെ. കുടുംബമായി നീ വാഴ്ച അനുഗ്രഹിക്കണമേ. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാ നിറയ്ക്കണേ. സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ 17 ചരിത്ര പുസ്തകങ്ങൾക്ക് ശേഷം 5 കാവ്യ പുസ്തകങ്ങളാണ് നാം കാണുന്നത്. ഈ 17 ചരിത്ര പുസ്തകങ്ങളിൽ നടന്ന കാലഘട്ടത്തിലെ സംഭവങ്ങളാണ് ഈ കാവ്യ പുസ്തകത്തിൽ കാണപ്പെടുന്നത്. ആ കാവ്യ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ പുസ്തകമാണ് നാം എപ്പോഴും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന സങ്കീർത്തനം. ഈ സങ്കീർത്തനം ദാവീദും അല്ലെങ്കിൽ കുറെ പുത്രന്മാരും മോശയും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലേ ഈ അവരുടെ ജീവിത അനുഭവം ചേർത്ത് വെച്ചാണ് ഈ സങ്കീർത്തനം എഴുതിയെങ്കിലും ഈ സങ്കീർത്തനം പലപ്പോഴും എന്റെയും നിങ്ങളുടെയും അനുഭവമായി മാറിയിട്ടുണ്ട്.
കുരിലിന്റെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ ഓടിച്ചെന്ന് യഹോവ എന്റെ ഇടയനാണ് എന്ന് ഈ സങ്കീർത്തനത്തിൽ കൂടെ വായിച്ച് ഞാനും നിങ്ങളും ബലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചേർന്ന് പറയുവാൻ സാധിക്കും, ഇതെന്റെ സങ്കീർത്തനമാണ്, എന്റെ ജീവിതത്തിന്റെ സങ്കീർത്തനമാണ് എന്ന് എനിക്ക് നിങ്ങൾക്കും പറയുവാനായിട്ട് സാധിക്കും. 121 അധ്യായത്തെ നാം കാണുമ്പോൾ അവിടെ നാം കാണുന്ന ദൈവത്തിന് ആശ്രയിക്കുന്ന, നീതിമാനെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവ പൈതലിനെ സുരക്ഷിതമായി ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സുരക്ഷിതമായി കരുതുന്ന ഒരു ദൈവത്തെ ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 3 ചിന്തകൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ദൈവം നമ്മെ എങ്ങനെയാണ് കരുതുന്നത്? നാം വായിച്ചു, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്നു. എങ്ങനെയാണ് ദൈവം പരിപാലിക്കുന്നത്? 3 ചിന്തകളിലെ ഒന്നാമത്തെ ചിന്ത, നീ അറിയാതെ നിനക്ക് വേണ്ടി പിശാചിനോട് വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ അറിയാതെ നിനക്ക് വേണ്ടി പിശാചിനോട് വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുന്നു. യോബിന്റെ പുസ്തകമാണ് അതിന്റെ പശ്ചാത്തലം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം എന്നെടുത്ത് 1-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 7 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? യഹോവ താഴോട്ട് വായിച്ചു. മതി 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 മതി. ഇവിടെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ്. ഈ ഊടാടി സഞ്ചരിച്ചു വന്ന സാത്താനോടെ ദൈവം ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ ദാസനായ യോബിനെ കണ്ടോ? അത്ര പ്രൗഢതയോടുകൂടെ ആയിരിക്കും ഈ ദൈവം പിശാചിനോട് ചോദിച്ചു കാണുന്നത്. നമ്മുടെ ആരെങ്കിലും കുഞ്ഞുങ്ങൾ വിദേശത്തൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുമ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ചോദിക്കും, എൻ്റെ സഹോദരനെ അവിടെ വെച്ച് കണ്ടായിരുന്നോ? എൻ്റെ മോളെ അവിടെ വെച്ച് കണ്ടായിരുന്നോ? അപ്പം മോളെ കണ്ടതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ഒരു അഭിമാനമാണ്. എൻ്റെ മോടെ കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഒരു അഭിമാനമാണ്. യഹോവ സാത്താനോട്, ഊടാടി സഞ്ചരിച്ചു വന്ന സാത്താനോട് ചോദിക്കുക. സാത്താനോട് പല കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ലോകപ്രകാരമുള്ള മനുഷ്യരെ കുറിച്ചൊക്കെ ചോദിക്കാം. പക്ഷേ സാത്താനോട് ചോദിക്കാണ്, എൻ്റെ ദാസനായ യോബിനെ നീ കണ്ടോ? എൻ്റെ ദാസനായ യോബിനെ നീ കണ്ടോ? കർത്താവേ, ദുബായിയുടെ മണ്ണിൽ എന്നോട് നിങ്ങളോട് പറയുമോ, എൻ്റെ ദാസൻ, ഞാൻ യഹോവയുടെ ദാസൻ എന്ന് എനിക്ക് നിങ്ങൾക്കും നിങ്ങൾ പറയുവാനായിട്ട് സാധിക്കുമോ? നമ്മെ കാണുന്നവർ പറയുമോ ഇത് യഹോവയുടെ ദാസനാണ്? ദൈവം നമ്മോട് നോക്കുമ്പോൾ പറയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അരികിൽ ആരെങ്കിലും ചെല്ലുമ്പോൾ പറയുവാണ്, എൻ്റെ ദാസനായ ഇന്ന ആളെ ദുബായിലുണ്ട്, ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിലുണ്ട്, നീ ആളെ കണ്ടോ എന്ന് ചോദിക്കുമോ? ചോദിക്കണമെങ്കിൽ ഇയ്യോബിനെ പോലെ ഒരു ജീവിതം, ഇയ്യോബിനെ പോലെ ഒരു ജീവിതമാണെങ്കിൽ യഹോവ ഊടാടി സഞ്ചരിച്ച് സാത്താനോട് ചോദിക്കും, എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ കണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ. കർത്താവേ, ഈ ചോദ്യം, ഞാനും നിന്റെ ഒരു നല്ല ദാസനായി തീരുവാൻ എന്നെ അവിടുത്തെ കരങ്ങൾ അങ്ങ് സമർപ്പിക്കുക. നീ എന്നെ അങ്ങ് രൂപാന്തരപ്പെടുത്തി എടുക്കണം. എനിക്കും ഇതുപോലെ ഒരു ചോദ്യം കേൾക്കണം. എൻ്റെ ദാസനായ ഇയ്യോബേ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് സ്വർഗം വിളിക്കണം, എൻ്റെ ദാസനെ കടന്നു വാ എന്ന് പറയുന്ന ഒരു ശബ്ദം ഞാനും നിങ്ങളും കേൾക്കുന്നവരായി തീരണം. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥന കൂട്ടത്തിന്റെയും നമ്മുടെ കൂടിവരവിൽ കൂടെയുള്ള ദൈവത്തിന്റെ ഒരു വലിയ മഹത്വം കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ സഹോദരൻ കടന്നു വരുന്നു എന്ന് പറയുന്ന ഒരനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിത്തീരണം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ച സംഭവം എന്ന് പറയുന്നത് ഒരു വാദപ്രതിവാദം നടക്കുകയാണ്. ഈ വാദപ്രതിവാദം നടക്കുന്ന സ്ഥലത്തെ നാം കോടതി മുറി എന്നാണ് പറയുന്നത്. ഈ കോടതി മുറിയിൽ, ലോകപ്രകാരമുള്ള കോടതി മുറിയിൽ നമുക്കറിയാം,
അവിടെ വാദം നടക്കുമ്പോൾ വാദി കാണും, പ്രതി കാണും, സാക്ഷി കാണും, മറ്റുള്ള ആളുകളൊക്കെ കാണും. പക്ഷെ യഹോവയുടെ സന്നിധിയിലുള്ള കോടതി മുറിയിൽ വാദം നടക്കുമ്പോൾ, വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ, വാദിയായ മനുഷ്യൻ അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ, അവിടെ നാട്ടിൽ അവൻ മക്കൾക്ക് വേണ്ടി യാഗമർപ്പിക്കുക. ഇതൊന്നും അറിയാതെ അവൻ മക്കൾക്ക് വേണ്ടി യാഗമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവസന്നിധിയിലെ വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയ്യോബ് ഇതൊന്നും അറിയാതെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്രകാരം ചെയ്യുന്നത് കൊണ്ടാണ് ഇയ്യോബ് ഇങ്ങനെ ആയിരിക്കുന്നതെന്നും, നീ അവനെ എന്റെ കയ്യിലോട്ടൊന്ന് വിട്ടുക, അവൻ എല്ലാം വിട്ടിട്ട് മാറിപ്പോകുമെന്നും, നിന്നെ ത്യജിച്ചു കളയുമെന്നൊക്കെയുള്ള വാദപ്രതിവാദം ഇയ്യോബ് പോലും അറിയാതെ നടക്കുന്ന ഒരു സമയം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഞാനും നിങ്ങളും അറിയാതെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ അറിയാത്ത പല സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാനും നിങ്ങളും അറിയാത്ത പല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നെയും നിങ്ങളെയും കരുതലോട് കരുതുന്ന ഒരു ദൈവമുണ്ടല്ലോ. അവൻ സാത്താനോട് പറഞ്ഞ് എന്നെയും നിങ്ങളെ വിടുവിച്ചെടുക്കുന്ന ഒരു ദൈവമാണ്. അവൻ നമ്മെ വിടുവിച്ചെടുക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ചുറ്റിൽ കൂടെ ഈ സാത്താൻ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെയും നിങ്ങളുടെ ചുറ്റുപാടിൽ കൂടെ ഈ നാളുകളിൽ ഈ സാത്താൻ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനും നിങ്ങളും നമ്മുടെ കണ്ണുകൾ കൊണ്ട് അത് കണ്ടിട്ടില്ല. നമ്മുടെ CCTVക്കകത്ത് അത് പതിഞ്ഞിട്ടില്ല. ലോകപ്രകാരമുള്ള ഒരു കാഴ്ചയില് ഈ സാത്താൻ വന്ന് സഞ്ചരിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നടുവിൽ കൂടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചുറ്റുപാടിൽ കൂടെയൊക്കെ ഊടാടി സഞ്ചരിച്ചത് ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. പക്ഷെ കാണേണ്ടവൻ കണ്ടു. അവൻ പറഞ്ഞു, നീ അവന്റെ മേൽ ദൃഷ്ടി വെക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അറിയാത്ത സമയത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും അറിയാത്ത സമയത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. പിശാചിന്റെ കരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കാതെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം നിനക്കൊരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ദൈവം ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുന്നവനാണ്. കഴിഞ്ഞ നാളുകളിൽ എന്നെ നിങ്ങളെയും ഇവൻ പരിപാലിച്ചില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുറ്റുപാടിൽ കൂടെ അവൻ സഞ്ചരിച്ചില്ലേ? നമ്മുടെ സമ്പത്തിന്റെ, നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ ചുറ്റുപാടിൽ കൂടെ അവൻ സഞ്ചരിച്ചില്ലേ? നമ്മെ അവൻ തട്ടിക്കളയുവാനായിട്ടൊക്കെ ശ്രമിച്ചില്ലേ? അവൻ എടുത്തുകൊണ്ട് പോകുവാൻ ശ്രമിച്ചില്ലേ? അവിടെയൊക്കെ നിന്നെ പരിപാലിച്ചത് ഈ ദൈവത്തിന്റെ കൃപയാ. അത് ചിലപ്പോൾ നീ അറിഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്കൊരു ദോഷവും തട്ടാതെ പരിപാലിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വേദനകൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ വേദനയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഈ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ഞാനും നിങ്ങളും പലപ്പോഴും പറയും, ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ടാ നേടിയത്, എന്റെ കഴിവ് കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. പ്രിയപ്പെട്ടവർ, ഒരിക്കലും പറയരുത് നിന്റെ കഴിവില്ല. സാത്താൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, നിന്നെ ചുറ്റിക്കൊണ്ടിരിക്കുക. സാത്താന് വന്നിട്ട് ദൈവസന്നിധിയിലെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സാത്താൻ എത്രയോ ആളുകൾ, ലോകപ്രകാരമുള്ള ആളുകളെ കണ്ടിട്ടാ വന്നത്. പക്ഷെ സാത്താൻ വന്നിട്ട് ഇയ്യോബിനെ കുറിച്ച് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. എന്താണ്? ദൈവവൈതലിനെ കുറിച്ചാണ് ഈ സാത്താന് പറയാനുള്ളത്. ലോകപ്രകാരമുള്ള മനുഷ്യർക്ക് ഞാനും നിങ്ങളും പറയുമായിരിക്കും, ഞങ്ങള് ദൈവത്തെ ആരാധിക്കുന്നു, കൂട്ടായ്മയ്ക്ക് പോകുന്നു, ഫാസ്റ്റിംഗ് പ്രയറിന് പോകുന്നു, പള്ളിയിൽ പോകുന്നു, എല്ലാം പോകുന്നു. പക്ഷേ എന്റെ ജീവിതത്തിന് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ അനർത്ഥങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ലോകപ്രകാരമുള്ളവർക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ പോകുന്നു. ഇത് തന്നെയാണ് സാത്താൻ ചെയ്യുന്നത്. സാത്താൻ ലോകപ്രകാരം ജീവിക്കുന്നവരെ അല്ല നോക്കുന്നത്, എന്നെയും നിങ്ങളെയുമാ നോക്കുന്നത്. നിഷ്കളങ്കനായി നേരോടുകൂടി ദൈവഭക്തനായി ജീവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയുമാണ് സാത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സാത്താന്റെ കരങ്ങൾക്കപ്പുറം, സാത്താന്റെ കാഴ്ചകൾക്കപ്പുറം എന്നെയും നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലോ ഉണ്ടാക്കും. തീമതിലാക്കി എന്നെ നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. സക്കരിയ പ്രവാചകൻ പ്രവാസത്തിലിരിക്കുന്ന പ്രവാസ ജനതയോട് പറയാണ്, നിങ്ങൾ ഈ പ്രവാസത്തിലാണെങ്കിലും നിങ്ങളെ തീമതിലിനുള്ളിൽ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് പിശാചിന്റെ ഏത് ജീവിത അനുഭവങ്ങൾ വന്നുകൊള്ളട്ടെ, പക്ഷെ അതിന്റെ നടുവിലും
തീ മതിലായി എന്നെയും നിങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവം ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെയും നിങ്ങളെയും വഹിച്ചുകൊള്ളും, പരിപാലിച്ചുകൊള്ളും. ഞാനും നിങ്ങളും അറിയാത്ത സമയത്ത് എനിക്ക് വേണ്ടി പിശാചിനോട് വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചിന്ത, അത് നമുക്കറിയാവുന്ന ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 31-ന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. വായിച്ചു താഴോട്ട് വായിച്ചു. ഇരുപത്തിയൊമ്പതാമത്തെ വാക്യം. 29 ഇതൂടെ നിങ്ങളോട് പ്രൈസ് ദി ലോർഡ്. ഈ സംഭവം നമുക്കറിയാവുന്ന സംഭവമാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. യാക്കോബെ ലാബാന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് ലാബാൻ അവിടെ ഇല്ലായിരുന്നു. ആടുകളുടെ രോമം കത്രിക്കുവാനായിട്ട് പോയിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് യാക്കോബിന്റെ പ്രിയപ്പെട്ടവരും എല്ലാവരും അവന്റെ സമ്പത്തുമൊക്കെയുമായി അവിടെ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത്, സഹോദരന്റെ അരികിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് 3 ദിവസത്തിന് ശേഷമാണ് ലാബാൻ ഇത് അറിയുന്നത്. ലാബാൻ അറിഞ്ഞ സമയത്ത് ലാബാൻ തന്റെ സഹോദരങ്ങളെ എല്ലാം കൂട്ടിവരുത്തി. ഞാൻ വായിച്ചതാണ്. കൂട്ടിവരുത്തിയിട്ട് ഈ യാക്കോബിനെതിരായി യുദ്ധം ചെയ്യുവാനായിട്ട് പോകുന്നു. രണ്ടാമതായി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നീ അറിയാത്ത സമയത്ത് നിനക്ക് വേണ്ടി ലോകത്തിലെ ആളുകളോട് യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നീ അറിയാത്ത സമയത്ത് നിനക്ക് വേണ്ടി ലോകത്തിലെ ആളുകളോട് വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ അറിയാത്ത സമയത്ത് പിശാചിനോട് വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ അറിയാത്ത സമയത്ത് ലോകത്തിലെ ആളുകളോട് വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ലാബാൻ അവിടേക്ക് യാത്ര ചെയ്ത് 7 ദിവസത്തെ യാത്ര ചെയ്തിട്ട് ഗിലെയാദ് പർവ്വതത്തിലെത്തി. ആ പർവ്വതത്തിൽ അന്ന് അവിടെ ഉറങ്ങുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പുറത്തെ സമയത്ത് ആ പർവ്വതത്തിന്റെ അപ്പുറത്തെ സൈഡില് യാക്കോബ്, ഇതൊന്നും അറിയാതെ യാക്കോബിന്റെ മനസ്സിലുള്ള ചിന്തകൾ ഇപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല. ലാബാൻ വരുമെന്നോ തന്നോട് യുദ്ധം ചെയ്യുമെന്നൊന്നും യാക്കോബിന് ഒരു ധാരണ പോലും ഉണ്ടാകത്തില്ല. ഈ സമയത്ത് യാക്കോബിന്റെ ഉള്ളിലെ ചിന്തകൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. അന്ന് പോരുന്നപ്പോൾ അമ്മ പറഞ്ഞതാണ്, സഹോദരന്റെ പിണക്കമൊക്കെ കഴിയുമ്പോൾ ഞാൻ ഒരാളെ അയക്കാം, ആ ആള് വരുമ്പോൾ സഹോദരന്റെ പിണക്കമൊക്കെ മാറിയെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നീ അതിനുശേഷം വരണമെന്ന് പറഞ്ഞു. പക്ഷെ നാളുകളായിട്ടും അമ്മ പറഞ്ഞ ആൾ ഇതുവരെ വന്നിട്ടില്ല. അമ്മ പറഞ്ഞ ആള് വന്നില്ലേലും സഹോദരനെ കാണുവാനും കുടുംബത്തെ കാണുവാനുമായിട്ട് ഈ യാക്കോബെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവിടെ ആ പർവ്വതത്തിൽ രാത്രിയിൽ ഉറങ്ങാതെ യാക്കോബ് ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഗിലെയാദ് പർവ്വതത്തിന്റെ മറ്റൊരു സൈഡിൽ ഇവനെ ഇല്ലാതാക്കുവാൻ, അവനോട് യുദ്ധം ചെയ്യുവാൻ, അവൻ തന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതൊക്കെ തിരികെ വാങ്ങുവാനായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട്, അതായത് തന്റെ സഹോദരന്മാർ ഒരുമിച്ച് ഒരു വലിയ തന്ത്രം മെനയുന്ന ലാബാനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നീ അറിയാത്ത സമയത്ത് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന മനുഷ്യരുടെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന, നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. യാക്കോബ് അറിയാത്ത സമയത്ത് യാക്കോബിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ
കൂടെ നടക്കുന്നവരായിരിക്കും കേട്ടോ. കൂടെ ഒരുമിച്ച് നടക്കുന്നവരായിരിക്കും നിനക്കെതിരായി പ്രവർത്തിക്കാൻ പോകുന്നത്. നീ അറിയുന്നില്ലായിരിക്കും. നിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നടക്കുന്നവനായിരിക്കും നിനക്കെതിരായി പ്രവർത്തിക്കാൻ പോകുന്നത്. നിന്നോട് കൂടെ ഈ നാളുകളിൽ ജീവിച്ച പ്രിയപ്പെട്ടവരായിരിക്കും നിനക്കെതിരായി പ്രവർത്തിക്കുന്നത്, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിനെതിരായി, നിന്റെ നന്മയ്ക്കെതിരായി, നിന്റെ ബിസിനസ്സിനെതിരായി, നിന്റെ ജോലിക്കെതിരായി ഒക്കെ പ്രവർത്തിക്കുന്നത് നിന്നോട് കൂടെ ചേർന്ന് നടക്കുന്നവരാണ്. പക്ഷെ നീ ദൈവത്തെ ആരാധിച്ച് നടന്നാ മതി. അത് കാണുന്ന ഒരു തമ്പുരാനുണ്ട്. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. ഏത് പ്രതികൂലം നിന്റെ മുമ്പിൽ വന്നാലും, ഏത് ലോകത്തിലെ ആളുകൾ നിനക്കെതിരെ പ്രവർത്തിച്ചാലും, ഇത് കാണുന്ന ഒരു തമ്പുരാൻ നിന്നോട് കൂടെയുണ്ട്. അവൻ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ നിങ്ങളെയും ഒരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുന്ന ഒരു നല്ല ദൈവം, എന്നെ നിങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ പറയുന്നു, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. ലാബാൻ യാക്കോബിനെ കണ്ടപ്പോൾ പറയാണ്, നിന്നോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. നീ എന്റെ പുറകിൽ നിൽക്കുന്ന ആളുകളെ കണ്ടോ, നിന്റെ ആളുകളെക്കാൾ കൂടുതലായിരിക്കും. നിന്നോട് ദോഷം ചെയ്ത് നീ എന്നിൽ നിന്ന് അപഹരിച്ചതൊക്കെ എടുക്കുവാൻ എനിക്ക് ശക്തിയുണ്ട്. പക്ഷേ നിന്റെ പിതാവിന്റെ ദൈവം എന്നോട് കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞു, നിനക്കെതിരായി യാതൊരു ദോഷവും ഒരു ഗുണവും ചെയ്യല്ലേ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ വിടുകയാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ വന്നിട്ട് ആരെങ്കിലും പറയുമോ, നിന്റെ പിതാവിന്റെ മോനെ, നിന്റെ മാതാവിന്റെ ദൈവം ആണ് ദൈവം, അല്ല നിന്റെ മാതാവിന്റെയും നിന്റെ പിതാവിന്റെയും പ്രാർത്ഥനയാണ് പ്രാർത്ഥന, ആ ദൈവത്തെയാണ് ഞങ്ങൾക്ക് വേണ്ടിയത്. നമ്മളെപ്പോഴും പറയും, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കണ്ണുനീരൊരുക്കി, അവരുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ എന്നോട് നിങ്ങളോട് ചേർത്ത് വെച്ച് ചോദിക്കേ, എന്റെ കുഞ്ഞിന്റെ അരികിൽ വന്നിട്ട് ആരെങ്കിലും പറയുമോ, നിന്റെ മാതാവിന്റെ നിന്റെ പിതാവിന്റെ പ്രാർത്ഥനയാണ് നിന്റെ ജീവിതത്തിന് നന്മയുണ്ടാകുന്നത്? ഇവിടെ യാക്കോബിനോട് പറയുകയാണ്, 29-ാമത്തെ വാക്യത്തിൽ യാക്കോബിനോട് പറയാ, നിന്റെ പ്രാർത്ഥന എന്നല്ല പറയുന്നത്, നിന്റെ പിതാവിന്റെ ദൈവമുണ്ടല്ലോ, നിന്റെ പിതാവിന്റെ ദൈവമാണ് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചത്, നിന്റെ പിതാവിന്റെ ദൈവമാണ് എന്നോട് പറഞ്ഞത് അവനെതിരായി യാതൊരു ദോഷവും ചെയ്തരുതെന്ന്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളോട് ഇത് പറയുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ എത്തിക്കുന്നു. തീമോഥെയോസിനോട് പറയുന്നുണ്ട്, നീ എന്റെ നിജപുത്രനായി തീരുവാൻ പൗലോസ് പറയാണ്, നീ എന്റെ നിജപുത്രനായി തീരുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം നിന്റെ അമ്മയും നിന്റെ വല്യമ്മയും ഒക്കെ ഒരു വലിയ ദൈവത്തെ ആരാധിച്ചവരാണ്. നിന്റെ അമ്മയും വല്യമ്മയും ഒക്കെ ദൈവത്തെ ആരാധിച്ചവരാണ്. എന്നെയും കുറിച്ചും നിങ്ങളെ കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാക്ഷ്യം പറയുവാനായിട്ട് സാധിക്കുമോ? എന്റെ മാതാവിന്റെയും പിതാവിന്റെയും കണ്ണുനീരാണ് എന്റെ ജീവിതത്തിന് നന്മയാക്കി തീർത്തത്. പ്രതിസന്ധിയുടെ നടുവിലാണ് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകപ്രകാരം മറ്റുള്ള പ്രദേശത്ത് ജോലിയില്ലാതെ ഭാരപ്പെടുകയാണ്. അവിടെ എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾ ഭാരത്തോടെ നിൽക്കുമ്പോഴും അവർ പറയണം, എന്റെ മാതാവിന്റെയും പിതാവിന്റെയും ദൈവം എനിക്കൊരു പുതിയ വഴി ഒരുക്കി തരും, ഞാൻ അറിയാത്ത വഴികൾ എനിക്ക് വേണ്ടി ഒരുക്കി തരുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് നാം എത്തിച്ചേരണം. നീ അറിയാത്ത സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ലോകത്തിലെ ആളുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിന്നോടുകൂടെ. അവൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ നിന്നെ കൂടെ ഇരുത്തുന്ന ഒരു ദൈവമാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടമായി എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കുമായിരിക്കും, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുമായിരിക്കും. പക്ഷെ അവസാനിച്ചെടുത്തു തുടങ്ങുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. പിശാചിന്റെ കരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ചിലപ്പോൾ നമ്മളെ അവൻ മറന്നത് കൊണ്ടായിരിക്കത്തില്ല. അവൻ നമ്മളെ മറന്നതല്ല. ഈ ലോകത്തിൽ എനിക്ക് വേദനകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് അവൻ നമ്മെ മറന്നത് കൊണ്ടല്ല, അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് രണ്ടാമതായി ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, നീ അറിയാത്ത സമയത്ത് നിനക്ക് വേണ്ടി ലോകത്തിലെ ആളുകളോട് വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് അറിയാത്ത സമയത്ത് യാക്കോബിന് വേണ്ടി വാദിച്ച ഒരു ദൈവം. ആ ദൈവം ആ രാത്രിയിൽ അവിടെ വായിക്കുന്നുണ്ട്. നാം വായിച്ചപ്പോൾ കണ്ടു, ദൈവത്തിന് വേണമെങ്കിൽ അവന്റെ ദൂതന്മാരെ ഇറക്കി വിടാൻ. കേട്ടോ, ഒന്ന് വായിച്ച് അതൊന്ന് നോക്കിയേ. 24-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവം രാത്രിയിൽ, ദൈവം തന്നെയാ നേരിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. കേട്ടോ, അവന് വേണേ അവന്റെ ദൂതന്മാരെ ഇറക്കി വിടാം. പക്ഷെ ഭക്തനായ മനുഷ്യനെ രക്ഷിക്കുവാൻ, ഭക്തനായ എന്നെയും നിങ്ങളെയും ഒക്കെ ചേർക്കുന്ന സ്നേഹം കൊണ്ട് അവൻ തന്നെ നേരിട്ട് വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്.
നിന്നെ കൈവിടുന്നവനല്ല. നിനക്കെതിരായി അനർത്ഥം വരുമ്പോൾ, നിനക്കെതിരായി ലോകത്തിലെ ആളുകൾ ചിന്തിക്കുമ്പോൾ അതിനു വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന, നിനക്ക് മാത്രമായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. അവനൊരു ദോഷവും തട്ടാതെ എന്നെ നിങ്ങളെ പരിപാലിക്കുന്നവനാണ്. മൂന്നാമത്തെ ഒരു ചിന്തയോടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ചിന്തയുടെ വേദഭാഗവും നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം. സമയം പോയതുകൊണ്ട് വായിക്കുന്നത്. ആ 18-ാമത്തെ അധ്യായത്തിലെ യിരെമ്യാവ് ചെല്ലുന്നത് ഒരു കുശവന്റെ പണിശാലയിലേക്കാണ് ചെല്ലുന്നത്. ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ ചിന്ത എന്ന് പറഞ്ഞ്, ഉടഞ്ഞതിനെ എറിഞ്ഞു കളയാതെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ഉടഞ്ഞതിനെ എറിഞ്ഞു കളയാതെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ യിരെമ്യാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, യിരെമ്യാവിനെ ദൈവം വിളിച്ചപ്പോൾ യിരെമ്യാവ് പറഞ്ഞു, ഞാൻ ബാലനാണ്, എനിക്കൊന്നിനും കഴിവില്ല എന്ന് പറയാനായിട്ട് ഇടയായി. ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞു, ഞാൻ ബാലനാ, എനിക്കൊന്നും കഴിവില്ല. ഈ കഴിവില്ലാത്തവനെ കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. 1-2 രാജാക്കന്മാരുടെ പുസ്തകം എഴുതിപ്പിച്ചു, വിലാപങ്ങളുടെ പുസ്തകം എഴുതിപ്പിച്ചു, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എഴുതിപ്പിച്ചു. ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞവൻ, ബാലനാണെന്ന് പറഞ്ഞവനെ കൊണ്ട് ഇത്രമാത്രം ഈ ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കുവാൻ, ഇത്രമാത്രം ഇത് പുസ്തകങ്ങൾ എഴുതിപ്പിക്കുവാനായിട്ട് എന്റെ തമ്പുരാന് കഴിഞ്ഞുവെങ്കിൽ, ഞാൻ നിങ്ങളും ഉള്ള അവസ്ഥ തമ്പുരാന്റെ മുമ്പിൽ തുറന്നു പറയണം. കർത്താവേ, എന്റെ അവസ്ഥ ഇതൊക്കെയാണ്, എന്റെ ജീവിത അനുഭവങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ നിന്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിക്കുന്നു. അവൻ ഉയർത്തുവാൻ മതിയായവനാണ്. യിരെമ്യാവിനെ ഉയർത്തിയതുപോലെ ഉയർത്തുവാൻ മതിയായവനാണ്. യിരെമ്യാവിനോട് പറഞ്ഞു, നീ കുശവന്റെ ആലയിലേക്ക് പോകുവാനായിട്ട് പറഞ്ഞു. കുശവന്റെ ആലയിൽ ചെന്നപ്പോൾ അവൻ കണ്ടത് ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, കുശവൻ 24 മണിക്കൂറും അധ്വാനിക്കുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും അവന്റെ കൈ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. നമ്മളൊരു ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ആ ഷോപ്പ് കാണുമ്പോൾ അറിയാം ഇവിടെ ക്രെഡിറ്റ് കൊടുക്കണോ അല്ലെങ്കിൽ ക്യാഷിന് കൊടുത്താൽ മതിയോ എന്നൊക്കെ അറിയാം. അതിന്റെ ഉള്ളിൽ കാണുമ്പോൾ അറിയാം ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഇയ്യോബ് അവിടെ ചെന്നപ്പോൾ ഇയ്യോബിന് മനസ്സിലായി, ഇത് വെറുതെ ഒരു ശാലയല്ല, ഇതെന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ശാലയാണ്. കാരണം ഇവൻ 24 മണിക്കൂർ ഇവൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറും ഈ കുശവന്റെ കൈ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനങ്ങുന്ന കുശവന്റെ കയ്യിലെ അവന്റെ കയ്യിലിരിക്കുന്ന മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് അവൻ കയ്യിൽ എടുക്കുന്നതിന് മുമ്പേ അവന്റെ ദൃഷ്ടിയിൽ, അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു രൂപമുണ്ടായിരിക്കും, ഒരു പുതിയ സൃഷ്ടിയുടെ രൂപമുണ്ടായിരിക്കും. അവൻ ഈ മണ്ണ് എടുക്കുന്നതിന് മുമ്പേ, ഞാൻ ഉദ്ദേശിക്കുന്നു, അവൻ ചിലപ്പോൾ തലേ രാത്രി തന്നെ രൂപം കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെ മാതാവും പിതാവും കാണുന്നതിന് മുമ്പേ നിങ്ങളെ കണ്ട് നിങ്ങളെ രൂപം പറഞ്ഞ് നിങ്ങളെ രൂപം അറിഞ്ഞ ഒരു ദൈവമാണ് നമ്മെ അയച്ചിരിക്കുന്നത്. ഇവൻ ഈ മണ്ണെടുക്കുന്നതിന് മുമ്പേ താൻ ഉണ്ടാക്കാൻ പോകുന്ന സൃഷ്ടിയുടെ രൂപം കണ്ടവനായിരിക്കും. ഇവനെ നോക്കുമ്പോൾ, യിരെമ്യാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ മണ്ണ് കൊണ്ട് അവൻ ഒരു നല്ല പ്രതിമ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ മണ്ണിന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, മണ്ണിന്റെ ഒരു നന്മ എന്ന് പറയുന്നത്, ഇത് കുശവന്റെ കയ്യിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് കുശവന്റെ കയ്യിലായിരിക്കുന്നത്. കുശവന്റെ കയ്യിലിരിക്കുന്ന മണ്ണിന് യാതൊരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കുശവന്റെ കരങ്ങളിലാണെങ്കിൽ, ലോകത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളെ കരുതുന്ന കരത്തിന്റെ ഉള്ളിലാണെങ്കിൽ യാതൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആ കരുതുന്ന കരമുണ്ടല്ലോ, നിന്നെ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്നെ ഇങ്ങനെ മർദ്ദിക്കുന്നത്, ചിലപ്പോൾ നീ ഒരു നല്ല പാത്രമായി വരാനായിട്ടാണ്, നല്ല അനുഭവത്തിൽ എത്തുവാനായിട്ടാണ്. ഇവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല പാത്രമൊക്കെ കുശവൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ എൻഡ് ആവുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് ഉടഞ്ഞങ്ങ് പോയി. ഉടഞ്ഞു പോയ സമയത്ത് ഉടഞ്ഞതിനെ എറിഞ്ഞു കളയാത്ത ഒരു കുശവനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉടഞ്ഞ പാത്രത്തെ എറിഞ്ഞു കളയാത്ത ഒരു കുശവൻ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ പലപ്പോഴും ഉടഞ്ഞു പോയവരാണ്. പക്ഷെ ഉടഞ്ഞു പോയ എന്നെയും നിങ്ങളെയും എറിഞ്ഞു കളയുവാൻ മനസ്സില്ലാത്ത ഒരു തമ്പുരാനാ പറയുന്നത്, നിനക്കൊരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുമെന്ന്. ഉടഞ്ഞതിനെ എറിഞ്ഞു കളയുവാൻ മനസ്സില്ലാത്ത ഒരു തമ്പുരാൻ, അവൻ വീണ്ടും ആ മണ്ണിനെ എടുത്തു മർദ്ദിക്കുകയാണ്. ഒരു നല്ല രൂപമുണ്ടാക്കിയെടുക്കുവാനായിട്ട്,
പ്രിയപ്പെട്ടവരെ, ഞാൻ ഉദ്ദേശിക്കുന്നു ആ മണ്ണിന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാല് ഈ കയ്യിൽ ഇങ്ങനെ പറ്റിയിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഈ കയ്യിൽ ഇങ്ങനെ പറ്റിയിരുന്നാല് ഒരു ദുഷ്ടനും നമ്മെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ഞാനും നിങ്ങളും പലപ്പോഴും ഉടഞ്ഞു നിൽക്കുകയായിരിക്കും. ജീവിതത്തിന്റെ മേഖലകളിൽ ഞാനും നിങ്ങളും ഉടഞ്ഞു നിൽക്കുകയായിരിക്കും. ജീവിതത്തിന്റെ ബിസിനസ് മേഖലയിൽ ഇന്ന് ചിലപ്പോൾ ഉടഞ്ഞ അവസ്ഥയിലായിരിക്കും. മുൻപോട്ടൊരു കാലെടുത്തു വെക്കുവാൻ സാധ്യതയില്ലാതെ ഉടഞ്ഞ അവസ്ഥയിലായിരിക്കും. ജോലിയുടെ സമയത്ത് ചിലപ്പോൾ ഉടഞ്ഞ അവസ്ഥയിലായിരിക്കും. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രയാസത്തിൽ ഉടഞ്ഞ അനുഭവത്തിലായിരിക്കും. ആരുമില്ല എന്നോർത്തുകൊണ്ട് ഉടഞ്ഞ അനുഭവത്തിലായിരിക്കും. രോഗത്തിന്റെ നടുവിൽ ഉടഞ്ഞ അനുഭവത്തിലായിരിക്കും. പക്ഷെ നീ ഉടഞ്ഞതാണെങ്കിലും നിന്നെ എടുത്തെറിഞ്ഞു കളയാത്ത ഒരു ദൈവമുണ്ട്. നിന്റെ ഏതുടഞ്ഞ അവസ്ഥയാണെങ്കിലും നീ തമ്പുരാന്റെ കരങ്ങളിൽ വിട്ടു പോകാതെ തമ്പുരാന്റെ കരങ്ങൾക്കുള്ളിലാണെങ്കിൽ അവൻ നിന്നെ വീണ്ടും വീണ്ടും പുതിയതാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഉടഞ്ഞതിനെ പുതിയതാക്കി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കപർന്നോവിലെ ഒരു കുടുംബമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം നാം കാണുന്നുണ്ട്. 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവിടെ നാം കാണുന്നുണ്ട്, കപർന്നോവിലെ ആ വീട്ടിലേക്ക് യേശു പിന്നെയും ചെല്ലുന്നു. യേശു പ്രവർത്തിച്ചത് കപർന്നോവിൽ അധികമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഈ ഭവനവുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു. എന്നെ ഇഷ്ടപ്പെടുത്തിയത് ആ പിന്നെയും എന്നുള്ള വാക്കാണ്. പിന്നെയും ആ ഭവനത്തിൽ ചെല്ലുന്നു. നീ ഉടഞ്ഞതായിരിക്കും, പക്ഷെ പിന്നെയും നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ നിന്റെ അരികിലേക്ക് വീണ്ടും കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെയും പിന്നെയും നിന്നെ ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. നീ എല്ലാം മേടിച്ചുകൊണ്ട് പോയതായിരിക്കും, പക്ഷെ നീ കടന്നു വരുമ്പോൾ പിന്നെയും നിനക്ക് നല്ല അങ്കി തന്ന് നിന്നെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ഉടഞ്ഞുപോയ അനുഭവത്തിലാണെങ്കിൽ എറിഞ്ഞു കളയുന്നു. അയ്യോ, എറിഞ്ഞുപോയി, ഇനി ഒന്നുമില്ല, എല്ലാം അവസാനിച്ചു, ഇത് എന്റെ ആണെന്ന് പറഞ്ഞപ്പോൾ ഉടഞ്ഞടത്തു നിന്ന് എന്നെ നിങ്ങളെ പണിതിരിക്കുകയാണ്. ഉടഞ്ഞ കട്ടിലിൽ നിന്ന്, ഉടഞ്ഞ ശരീരത്തിൽ നിന്ന്, ഉടഞ്ഞ ജീവിത അനുഭവത്തിൽ നിന്ന്, ഉടഞ്ഞ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് എന്നെ നിങ്ങളെയും അവൻ പണിതിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവന്റെ കയ്യിൽ ഭദ്രമാണ്. എനിക്കൊരു ദോഷവും തട്ടാതെ വണ്ണം അവൻ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. ഉടഞ്ഞതിനെ എറിഞ്ഞു കളയാതെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് വീണ്ടും ആ കരത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കേ. കർത്താവെ, ഞാൻ ഉടഞ്ഞ അനുഭവത്തിലാണ്, പക്ഷെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് വീണ്ടും സമർപ്പിക്കുന്നു. നാം 3 കാര്യങ്ങളാണ് ഒരുമിച്ച് ചിന്തിച്ചത്. നീ അറിയാത്തപ്പോൾ നിനക്ക് വേണ്ടി വാദിക്കുന്ന, പിശാചിനോട് വാദിക്കുന്ന ഒരു ദൈവം. 2, നീ അറിയാത്ത സമയത്ത് നിന്നെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ അവരോട് വാദിച്ച് ജയിക്കുന്ന ഒരു ദൈവമുണ്ട്. 3, ഉടഞ്ഞതാണെങ്കിലും എറിഞ്ഞു കളയാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ വളരെ ഹൃദയസ്പർശിയായ ഒരു വചനം നമ്മളെ കേൾപ്പിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണെന്ന് നമുക്കറിയുവാൻ ഹല്ലേലൂയ 121-ാം സങ്കീർത്തനത്തിലൂടെ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ നമ്മളോട് ഉദ്ബോധിപ്പിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ നാട്ടിലായിരുന്നു. ഹല്ലേലൂയ, കർത്താവിന്റെ വൻ കരുതൽ. ഹല്ലേലൂയ, ഇന്ന് എന്നോടാ സംസാരിച്ചതെന്ന് ഹല്ലേലൂയ എനിക്ക് തന്നെ ഹല്ലേലൂയ ഒരു വ്യക്തമാക്കുന്ന വചനമാണ്. പ്രിയ വിനോദോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വൻ കരുതൽ അനുഭവിക്കാൻ. ഹല്ലേലൂയ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ഹല്ലേലൂയ, കർത്താവിന് തരുന്ന സൗഖ്യം ഒക്കെ ഈ ദിവസങ്ങളൊക്കെ രുചിച്ചറിയുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. വീണ്ടും അവൻ കർത്താവിന്റെ കരങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ദൈവം എത്ര ശ്രേഷ്ഠമായി നമ്മളെ കരുതുന്നു, പരിപാലിക്കുന്നു. കൈവിടാത്ത ദൈവഹിതങ്ങളെ കൈവിടാത്ത ദൈവത്തെ കുറിച്ച് ഇന്നും കേൾക്കുവാൻ ഇടയായതോർത്ത് നന്ദിയോടെ. യഹോവ ഒരു ദോഷം തട്ടാതെ നിന്നെ പരിപാലിക്കുമെന്ന് കേൾക്കുവാൻ ഇടയായല്ലോ, നന്ദിയോടെ. നാം അറിയാതെ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, ഒരു ദൈവം ഒരിക്കലും കൈവിടാത്ത ദൈവമാണ്. ഹല്ലേലൂയ, ആ ദൈവത്തെ നമുക്ക് പിൻപറ്റാം. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ ആലോചന പ്രകാരം ജീവിക്കാം. ഹല്ലേലൂയ, അതുപോലെ തന്നെ ഹല്ലേലൂയ, നാം അറിയാത്ത സമയത്ത് പിശാചിന് വേണ്ടി പിശാചിനോട് ലോകത്തോട് വാദിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം.
ഹല്ലേലൂയ, നമ്മൾ അറിയാതെ നമ്മളെ കുഴിയിൽ തള്ളിയിടുവാൻ ശ്രമിക്കുമ്പോൾ അതിന്മേൽ കർത്താവിന്റെ വലങ്കരം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ നടത്തുന്നവനായ ഒരു ദൈവം ജീവിക്കുന്നവർക്ക് ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. കൃഷവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഹല്ലേലൂയ, നമ്മളെ മെനയുന്നവനായ കർത്താവ് പോകേണ്ടുന്ന പാത മകനെ ഇതാണ് വഴിയെന്ന് കാണിച്ച് നമ്മളെ വഴി നടത്തുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ, ഒരു ദൈവം എത്രമാത്രം ദൈവം കരുതുന്നുവെന്ന് ഈ വൈകിയ സമയത്ത് നമുക്ക് കേൾക്കാനിടയായിരുന്നു. ഈ ബലത്തോടെ നമുക്ക് കടന്നു പോകുവാൻ ഇന്ന് സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഇന്നത്തെ വചന കേൾവി നമുക്ക് ദൈവത്തിന് അനുഗ്രഹമായിരിക്കാൻ ഒരു പടിയോട് യേശുവിനോട് ചേർന്ന് ജീവിപ്പാൻ ഹല്ലേലൂയ, ഈ വചനം നമ്മളോട് ഇടപെട്ടതിനായി ശുശ്രൂഷ വിനോദ പ്രവർത്തനെ കൂട്ടായ്മയുടെ പേരിലുള്ള ഹല്ലേലൂയ നന്ദി അറിയിക്കുന്നു. പഴയ പാസ്റ്റർ ബ്രദറിന്റെ ഹല്ലേലൂയ നമ്മുടെ ഒരു അഭിഭാഷക ഘടകമാണ് വിനോദ പ്രവർത്തകർ. കുടുംബമായിട്ട് അവർ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാണ്. ഹല്ലേലൂയ, നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ശുശ്രൂഷയുടെ ഭാഗമാണെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുന്നു. ദൈവം ധാരാളമായി കൃപകളാൽ അനുഗ്രഹിക്കട്ടെ. ദൈവസേനയിൽ കൂട്ടായ്മയുടെ പേരിൽ വിനോദ പ്രവർത്തനോട് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടൈറ്റ്സ് പ്രാർത്ഥിച്ച് ബാബുച്ചാൻ ആശീർവാദം പറയുന്നു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പരിശുദ്ധനായ ദൈവം കർത്താവേ, വീണ്ടും കർത്താവേ, വിശുദ്ധ ഞായറാഴ്ചയുടെ ഉച്ചയോടാകുന്ന സമയം കർത്താവേ, ഞങ്ങൾക്ക് ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ ആയിട്ട് കർത്താവേ ഈ ഹാളിലേക്ക് കടന്നു വന്ന് കർത്താവേ നിന്നെ ആരാധിപ്പാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇത്രയും അധികം ആൾക്കാർക്ക് കർത്താവേ ഈ സൂമിന്റെ മധ്യത്തിലും കർത്താവെ ഇവിടെയും ആയിരിക്കാൻ തക്കണം നീ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, വന്ന സമയം മുതൽ കർത്താവെ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ ഞങ്ങളെ നിറച്ചു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവെ ഞങ്ങൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തപ്പോൾ, ആരാധന നടത്തിയപ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോൾ, കർത്താവെ സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ, കർത്താവെ നിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ ബലമുള്ള കരങ്ങളിൽ നീ ഞങ്ങളെ വഴി നടത്തിയല്ലോ കർത്താവെ. അവിടുത്തെ സാന്നിധ്യത്തിന്റെ നിറവിൽ നീ ഞങ്ങളെ മറച്ചുകൊള്ളുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളെ കഴിഞ്ഞ 40 വർഷക്കാലം ഈ മരുഭൂമിയുടെ പ്രദേശത്ത് നീ ഞങ്ങളെ നിലനിർത്തിയ ദൈവമാണ് കർത്താവേ. അനേകർ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാൻ കർത്താവെ, അനേകര് കർത്താവെ ഇവിടെ വന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഈ ശുശ്രൂഷയിൽ കൂടി കർത്താവെ ഈ അനേകർക്ക് കർത്താവെ വിടുതലും സൗഖ്യവും കൊടുത്ത ദൈവമാകിയ സ്തോത്രം കർത്താവെ. കാലാകാലങ്ങളിൽ നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം തന്നു കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാർ കർത്താവെ, മൺമറങ്ങി പോയ ജ്യേഷ്ഠ സഹോദരന്മാർ, നാട്ടിലേക്ക് കടന്നുപോയ ജ്യേഷ്ഠ സഹോദരന്മാർ, ഇവരോടൊപ്പം കർത്താവെ ഞങ്ങൾക്ക് ഈ ദേശത്ത് നിന്ന് ഞങ്ങളുടെ കർത്താവിനെ ആരാധിപ്പാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന മക്കൾക്കായിട്ട് സ്തോത്രം. പ്രത്യേകമായിട്ടും പ്രിയ ബേക്കുടിച്ചാനായിട്ട് സ്തോത്രം. ഭാവി നിന്റെ മകനെ ഇത്രത്തോളം ബലപ്പെടുത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ദാസനിൽ കൂടെ കർത്താവെ അനേകരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കോണം നിന്റെ മകനെ നീ ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ സീനിയർ മെമ്പേഴ്സിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാബുച്ചാനെ ഓർക്കുന്നു, തോമസ് ഊട്ടിച്ചാനെ ഓർക്കുന്നു, രാജൻ ഷാനെ ഓർക്കുന്നു. കർത്താവെ, ഇവരൊക്കെ കർത്താവെ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നല്ലോ. നിന്റെ മക്കളെയൊക്കെ കർത്താവെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങൾക്കും ഒരുമിച്ച് കൂടി വന്ന് കർത്താവെ ആരാധനയിൽ സംബന്ധിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് വിശുദ്ധ ആരാധനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. വചനം സംസാരിച്ച് മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃത്യമായിട്ട് നിന്റെ ദാസനിൽ കൂടെ കർത്താവെ നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവെ. എത്ര അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ കർത്താവെ 121 സങ്കീർത്തനത്തിൽ നിന്നും കർത്താവെ നിന്റെ മകൻ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ കർത്താവെ ഞങ്ങളുടെ തകർന്ന ജീവിതത്തിലും കർത്താവെ ഞങ്ങൾ വഴുതി പോകുന്ന അവസ്ഥയിലും കർത്താവെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് കർത്താവെ. നീ ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമാണ് കർത്താവെ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നീ ഞങ്ങളെ നിർത്തുന്ന ദൈവമാകിയ സ്തോത്രം കർത്താവെ. നിന്റെ മകനിൽ കൂടെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. കൂടുതലായിട്ട് കർത്താവെ നിന്റെ വയൽ പ്രദേശം നിന്റെ മകന്റെ ശുശ്രൂഷയിൽ നീ അവനെ ദാസനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, ഞങ്ങളിപ്പോൾ പിരിയുകയാണ്. പിരിയാത്ത സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കണം. അടുത്ത ആഴ്ച കൂടുന്നിടം വരെ കർത്താവെ നിന്റെ കൃപയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന വഴികളിൽ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ, ഞങ്ങളുടെ കൂട്ടായ്മ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ നിന്റെ കൃപ വ്യാപരിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. വന്നുപോയ കുറവുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം.
എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനെ രക്ഷിച്ചുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടുകൂടി ഞങ്ങൾ അങ്ങനെ സന്നദ്ധ സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടി ഈ ശിക്ഷാവചനം ശുശ്രൂഷിച്ച അവിടുത്തെ കത്തുദാസനോടും ദാസന്റെ എല്ലാ ശുശ്രൂഷകളോടും തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളോടുകൂടി ഇന്നും എന്നേക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം ഇന്നും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആഴ്ച കൂടി വരുവോളം ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾ എല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.